बोलो नारायण जय जय विठ्ठला बोलो नारायण जय जय विठ्ठला लक्ष्मी नारायण रंग रंग विठ्ठला लक्ष्मी नारायण रंग रंग विठ्ठला गोविंद विठ्ठला गोपाल विठ्ठला गोविंद विठ्ठला गोपाल विठ्ठला गोविंद विठ्ठला गोपाल विठ्ठला गोविंद विठ्ठला गोपाल विठ्ठला श्रीरंग विठ्ठला पांडुरंग विठ्ठला श्रीरंग विठ्ठला पांडुरंग विठ्ठला श्रीरंग विठ्ठला पांडुरंग विठ्ठला श्रीरंग विठ्ठला पांडुरंग विठ्ठला बोलो नारायण जय जय विठ्ठला बोलो नारायण जय जय विठ्ठला 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 सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद जय बोल सद्गुरुनाथ महाराज की जय हरे रामेति कृष्णेति नाम संकीर्तनं सदा लोकक्षेमाय कुर्वन्तं प्रेमिकं सद्गुरुं भजे प्रेमिकेन्द्रगुरोः कीर्तिं दिक्षु सर्वासु कीर्तयन् यः सञ्चरति लोकेऽस्मिन् कृष्णदासात्मजं भजे नामकीर्तनमात्रेण सुप्रसन्नं कृपानिधिं भक्तकोलाहलं वन्दे भक्ताभीष्टफलप्रदम् सत्यं परं धीमहि नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नामसंकीर्तनं यस्य सर्वपापप्रणाशनं प्रणामो दुःखशमनः तं नमामि हरिं परं स्मृते सकलकल्याणभाजनं यत्र जायते पुरुषस्तमजं नित्यं व्रजामि शरणं हरिं सोऽलङ्कृशिष्टभगवान् वचांसि मे सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द किं तात वेदागमशास्त्रविस्तरैः तीर्थैः अनेकैरपि किं प्रयोजनं यद्यात्मनो वाञ्छसि मोक्षकारणं गोविन्द गोविन्द इति स्फुटं वद സർവത്ര ഗോവിന്ദനാമ സംഗീതം പറയുമ്പോൾ ചുണ്ടു മാത്രം അണക്കിയാൽ പോരാ, സ്ഫുടമായിട്ട് പറയണം എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കിം താത വേദ ആഗമശാസ്ത്ര വിസ്തരേഹി വേദ ആഗമശാസ്ത്ര വിസ്താരമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. തീർത്ഥൈഹി അനേകേരവി കിം പ്രയോജനം, മിക്കവാറും തീർത്ഥക്കുളമൊക്കെ ഉണ്ട്, പുണ്യതീർത്ഥങ്ങളുണ്ട്, പുരാണങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട് ഈ തീർത്ഥകുളത്തിൽ മുങ്ങി കുളിച്ചാൽ രോഗമൊക്കെ മാറും. പക്ഷേ ഇപ്പോൾ കുളിച്ചാൽ രോഗം ഉണ്ടാവും, അങ്ങനെ നമ്മൾ മാറ്റി വച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഓടേണ്ട ആവശ്യമില്ല. യദ്യാത്മനോ വാഞ്ചസി മോക്ഷസാധനം, മോക്ഷകാരണം, മോക്ഷസാധനം, മോക്ഷത്തിന് കാരണം വേണമെങ്കിൽ ഗോവിന്ദ ഗോവിന്ദ ഇതി സ്ഫുടം വദ, ഗോവിന്ദ ഗോവിന്ദനെ ഉറക്കെ ജപിച്ചാൽ മതി. പിന്നെ അടുത്ത് ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ, രാമനാമത്തിൻ്റെ മഹിമ ഇവിടെ പറയുന്നു. ഭർജനം ഭവബീജാനാം ആർജനം സർവസമ്പദാം തർജനം യമദൂതാനാം രാമ രാമേതി ഗർജനം. ഭർജനം ഭവബീജാനാം, വീണ്ടും വീണ്ടും നമുക്ക് ജനിക്കാൻ എന്താ കാരണം? അമ്മ പറഞ്ഞില്ലേ, വാസന. ആ വാസന വെറുക്കണം പറഞ്ഞത്. പക്ഷേ എങ്ങനെ വെറുക്കണം പറഞ്ഞു പോയി ഞാൻ ശ്രദ്ധിച്ചില്ല.
ആ രാമനാമം കൊണ്ട് രാമനാമം ജപിച്ചുകൊണ്ടേയിരുന്നാൽ ആവൃത്യ വാസനാക്ഷയ. ഒരു നാമം ജപിച്ചാൽ നമുക്ക് മോക്ഷം കിട്ടും, ഉറപ്പാണ്. പക്ഷേ ഉടനെ കിട്ടാത്ത കാരണം എന്താ? ആ വാസന ഉള്ളിൽ കിടക്കുന്നു. അതാണ് ഭവബീജം പറഞ്ഞു. അത് വെറുക്കാനുള്ള അഗ്നിയാണ് രാമനാമം. ഭർജനം ഭവബീജാനാം. ചില ആളുകൾ പറയും, എനിക്ക് മോക്ഷം ഇപ്പോൾ വേണ്ട, എനിക്ക് സമ്പത്ത് കിട്ടിയാൽ മതി, ഇവിടെ അടിപൊളി ജീവിതം വേണം. അതിന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ആർജനം സർവസമ്പദാം. സമ്പത്ത് കിട്ടാനും രാമരാമ ജപിച്ചാൽ മതി. പിന്നെ അവസാന കാലത്ത് രണ്ടാൾക്കാർ ഉണ്ടാവും. അജാമിൾക്ക് 3 ഉണ്ടായി, നമുക്കൊക്കെ രണ്ടാല് എന്നാൽ നമ്മൾ ചെറിയ ആളല്ലേ, 2 ആളുകൾ. യമദൂതവും തഥാ പ്രാപ്തവും. സാധാരണക്കാർക്ക് 2 ആൾക്കാരേ വരുള്ളൂ. അങ്ങനെ യമദൂതന്മാർ വരുമ്പോൾ അവരെ പേടിപ്പിക്കാൻ എന്ത് ചെയ്യണം? തർജനം യമദൂതാനാം രാമരാമേതി ഗർജനം. രാമരാമാണ് ഉറക്കെ ഗർജിച്ചാൽ മതി, നമുക്ക് എല്ലാ സമ്പത്തും കിട്ടും. പിന്നെ യമനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലേ എന്നൊക്കെ പറയുന്നു. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. മഹാദേവത്തിൻ്റെ നാമം ഒന്നൊന്ന് എടുത്ത് പറയാൻ സമയമാവും, അത് പറയാം. കോട്ടയോ ബ്രഹ്മഹത്യാനാം അഗമ്യാഗമ കോട്ടയഃ സത്യപ്രളയമായാന്തി മഹാദേവേതി കീർത്തനാത്. ഏറ്റവും വലിയ പാപമായിട്ട് വേദത്തിൽ പറയുന്നത് ബ്രഹ്മഹത്യ പാപമാണ്. ഏറ്റവും വലിയ മഹാപാപം ബ്രഹ്മഹത്യ പാപം. ഏറ്റവും വലിയ പുണ്യം അശ്വമേധയാഗം അങ്ങനെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അശ്വമേധയാഗം നമുക്കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. പണ്ടൊക്കെ രാജാക്കൾ ചെയ്തിരുന്നു. പതേ പതേ ജുഹോതി അങ്ങനെ മന്ത്രം പറയുന്നു. അശ്വം ഓരോരോ അടി എത്ത് വയ്ക്കുന്ന ഓരോ കാൽപ്പാടിലും ഹോമം ചെയ്യണം. ഇങ്ങനെ ലോകമൊന്നും ചുറ്റി നടക്കണം. പക്ഷേ വലിയ പുണ്യം. അതുകൊണ്ടാണ് ഏവം വേദം തന്നെ പറയുന്നു, ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ചെയ്യുന്നു, മനസ്സിലാക്കിയാൽ മതി, ഇന്ന് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു വേദം. ഏറ്റവും വലിയ മഹാപാപം ബ്രഹ്മഹത്യ പാപം. ബ്രഹ്മഹത്യ പറഞ്ഞാൽ ബ്രാഹ്മണനെ കൊന്ന പാപം, അതാണ് സാധാരണ അർത്ഥം. പക്ഷേ അതുമാത്രമില്ല, വേദം പഠിക്കാതെ ഇരുന്നാൽ ബ്രഹ്മഹത്യ പാപമാണ്, പഠിച്ച വേദം മറന്നാലും ബ്രഹ്മഹത്യ പാപം തന്നെയാണ്. ഇങ്ങനെ ബ്രഹ്മഹത്യ സമമായിട്ട് പല പാപങ്ങളുണ്ട്. നന്നായിട്ട് ഉറങ്ങുന്നവരെ ഉണർത്തുന്നതും ബ്രഹ്മഹത്യ പാപം തന്നെയാണ്. കാരണം അവർ ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നു. സ്വം അപിതീതി സ്വപിതി, സ്വസ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ ഉണർത്തിയാൽ അത് ബ്രഹ്മഹത്യ പാപമാണ്. അതുകൊണ്ട് പണ്ടത്തെ TTR ഒക്കെ ഉറങ്ങുന്നവരെ ഉണർത്തി ടിക്കറ്റ് ചോദിക്കാറില്ലേ? അത് എഴുന്നേക്കട്ടെ പിന്നെ ചോദിക്കാം. അതുകൊണ്ട് പണ്ടത്തെ ആൾക്കാർ എന്ത് ചെയ്യും? വണ്ടിയിൽ കയറിയൊക്കെ കിടന്നുറങ്ങും TTR വരുന്ന സമയത്ത്, കണ്ണടച്ചിരിക്കും. കാരണം അവർ അങ്ങനെ പണ്ട് ഉണർത്താറില്ലേ. അപ്പോൾ എന്തായാലും ആ ബ്രഹ്മഹത്യ പാപം കോടി ചെയ്താലും കോട്ടയോ ബ്രഹ്മഹത്യാണ്. പിന്നെ അഗമ്യാഗമ കോട്ടയ, പോകാണ്ടത്തെ സ്ഥലത്തേക്ക് പോയ പാപങ്ങൾ ഓടി. എല്ലാ പാപവും സദ്യ പ്രളയമായാന്തി മഹാദേവേതി. മഹാദേവാണ് ഒരു പ്രാവശ്യം ജപിച്ചാൽ മതി. അങ്ങനെ മഹാദേവനാമത്തിൻ്റെ മഹിമ പറയുന്നു. ഇത് എളുപ്പമായ ഒരു ക്ഷേത്രം നമ്മുടെ നാട്ടിലുണ്ട്. കുംഭകോണം അടുത്ത് തിരുവിടൈ മറുതൂർ. മറുതമറം പറഞ്ഞാൽ അർജുന വൃക്ഷം. ഭഗവാൻ 2 അർജുന വൃക്ഷത്തിൻ്റെ ഇടയിൽ കയറി ചെന്നില്ലേ, അതാണ് മറുതമറം. തമിഴിൽ പറയും അർജുന വൃക്ഷം. അവിടെ കശ്യപൻ തപസ് ചെയ്തു കണ്ണനായിട്ട് കാണണം. അപ്പോൾ ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ കണ്ണനുണ്ട്, ഉരളം വലിച്ചുകൊണ്ട് പോകുന്ന കണ്ണൻ. 3 അർജുന ക്ഷേത്രം: പുട്ടാർജുനം, മധ്യാർജുനം, മല്ലികാർജുനം. ശ്രീശൈലിലെ മല്ലികാർജുനം, ശ്രീശൈലം ആന്ധ്രയിൽ മല്ലികാർജുനം, തിരുനെൽവേലി ഭാഗത്തിൽ പുട്ടാർജുനം, അതിൻ്റെ ഇടയിലിരിക്കുന്നത് കൊണ്ട് മധ്യാർജുനം അങ്ങനെ പറയാം. ആ ക്ഷേത്രത്തിൽ മധുരയിൽ രാജ്യഭരണം നടത്തിയ പാണ്ഡ്യരാജാവ് നായാട്ടത്തിന് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കുതിര അവിടെ ഒരു മരത്തിൻ്റെ തൊട്ടിൽ കിടന്നിറങ്ങിയ ഒരു ബ്രാഹ്മണനെ ചവിട്ടി ആ ബ്രാഹ്മണൻ മരിച്ചു. ബ്രഹ്മഹത്യ പാപം പിടികൂടി. രാജാവ് മധുരയിലിരിക്കുന്ന മീനാക്ഷി സുന്ദരേശ്വര പെരുമാനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ബ്രഹ്മഹത്യ പാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ. മധുര മീനാക്ഷി സുന്ദരേശ്വര സ്വാമി പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ലേ, മഹാലിംഗം തിരുവിടയമരുതിൽ ചെന്നോളും. അവിടുത്തെ ലിംഗം മഹാലിംഗം എന്നാണ് പേര്. ജ്യോതിർമയം മഹാലിംഗം, ജ്യോതിസ്വരൂപനാണ്.
അവിടെ വന്നു ഈ രാജാവ് വന്നപ്പോൾ ആ ജ്യോതിസ്വരൂപനായ ഭഗവാനെ കണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ രാജാവ് കയറി ചെന്നു. പക്ഷേ ആ ജ്യോതിസ്വരൂപത്തെ മുന്നിൽ ഈ ബ്രഹ്മഹത്യക്ക് നിൽക്കാൻ പറ്റാതായി. അത് എന്തായി? അവിടെ പടിയിൽ കിടന്നു. രാജാവ് തിരിച്ച് വരട്ടെ, പിന്നെ പിടിക്കാം. അപ്പോൾ ഭഗവാൻ രാജാവോട് പറഞ്ഞു, വന്ന വഴിയിൽ പോകണ്ട, അവിടെ പടിയിൽ കിടക്കുന്നുണ്ട്, കാത്തിരിക്കുന്നു ബ്രഹ്മഹത്തി, വേറെ വഴി കൂടി പോയിക്കോളൂ. ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാനുള്ള ചിട്ട എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം സ്വാമിയെ, മഹാലിംഗസ്വാമിയെ ദർശിക്കണം. പിന്നെ അടുത്ത് അമ്മയുടെ നടവുണ്ട്, അമ്മയുടെ നടയിൽ അമ്മയെ തൊഴുത് ആ വഴി കൂടി പോകാവൂ. പക്ഷേ അവിടുത്തെ പൂജ ചെയ്യുന്ന ശാന്തിക്കാരെ ഇടയ്ക്ക് ആവശ്യത്തിനെ പോയി പോകും. അവർക്ക് ബ്രഹ്മഹത്യയുടെ അഭ്യാസം പ്രാക്ടീസായി പോയി. കാരണം സാധാരണ തൊഴാനുള്ള രീതി അങ്ങനെയാണ്. ആ ക്ഷേത്രത്തിൽ തൊഴുതാൽ എപ്പോഴും ബ്രഹ്മഹത്യ പ്രായശ്ചിത്ത എന്തോ പൂജയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ, പരിഹാര പൂജയൊക്കെ. എന്തായാലും അവിടെ ചെന്ന് ഭഗവാനെ തൊഴുതാൽ, ജ്യോതിസ്വരൂപനായ ഭാര്യവനെ തൊഴുതാൽ ബ്രഹ്മഹത്യ പാപവും നീങ്ങും. പിന്നെ അവിടെ പ്രദക്ഷിണ വഴിയൊന്നുണ്ട്. ആ പ്രദക്ഷിണത്തിൻ്റെ പേരാണ് അശ്വമേധ പ്രദക്ഷിണം. ഒരു പ്രദക്ഷിണം വെച്ചാൽ മതി, അശ്വമേധ പ്രദക്ഷിണം. പക്ഷേ 20 മിനിറ്റ് ആകും. വലിയ മഹാക്ഷേത്രമാണ്. ഒരു 20 മിനിറ്റ് ആവും. അതുകൊണ്ട് അവിടെ പറ്റുന്നവർക്ക് അവിടെ വന്ന് തൊഴുതാൽ ബ്രഹ്മഹത്യ ഭാവവും നശിപ്പിക്കാം. ഇല്ലെങ്കിൽ അതേപോലെ അശ്വമേധയാഗത്തിൻ്റെ ഫലവും കൂടി നമുക്ക് കിട്ടും. പറ്റാത്തവർക്ക് എളുപ്പ വഴി എന്താണെന്ന് ചോദിച്ചാൽ ഭാഗവതത്തിൽ വരാഹ അവതാര ചരിത്രം കേട്ടാൽ മതി. ഏതൻ മഹാപുണ്യമളം പവിത്രം ധന്യം യശസ്യം പദമായുരാശം. മഹാപുണ്യമായ അശ്വമേധയാഗം കിട്ടും. വിമുച്യതേ ബ്രഹ്മവധാദവി ദ്വിജാഹ. ബ്രഹ്മഹത്യ പാപവും നശിക്കും. അവിടെ വരാഹാവതാരത്തിൻ്റെ ഫലത്തിൽ പറയുന്നു. പറഞ്ഞു വന്ന കാര്യം, ആ മഹാദേവൻ്റെ നാമം ജപിച്ചാൽ മതി. മഹാദേവ നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. കുണ്ടലീകവരദാ ഹരിവിഠ്ഠലേ. ഹരിവിഠ്ഠല ഇങ്ങനെ ഭജന ചെയ്യും മുമ്പ് ചില നാമങ്ങൾ പുണ്ടരീകം പറയും. വിഠ്ഠല പറഞ്ഞാൽ അർത്ഥം വിദാ ജ്ഞാനേന ഠാൻ ശൂന്യാൻ ലാതി ഗൃഹാതി യസ്വയം അജ്ഞ അനുഗ്രഹകൃത് ദേവ വിഠ്ഠല കച്ഛതേ ബുധേഹി. വി പറഞ്ഞാൽ ജ്ഞാനം, ഠ പറഞ്ഞാൽ ശൂന്യം. അതുകൊണ്ടാണ് മലയാളത്തിൽ ഠ എഴുതുമ്പോൾ, രണ്ടാമത്തെ ഠ എഴുതുമ്പോൾ ഒരു ശൂന്യം വരയ്ക്കുന്നു. എന്താ കാരണം? ഠ പറഞ്ഞാൽ ശൂന്യം. വിദാ ജ്ഞാനേന ഠാൻ ശൂന്യാൻ ലാതി. ലാതി പറഞ്ഞാൽ സ്വീകരിക്കുന്നു. റാ ദാനെ ലാ ആദാനെ. ലാതി ഗൃഹാതി യസ്വയം അജ്ഞ അനുഗ്രഹകൃത് ദേവ. അജ്ഞന്മാരെയും അനുഗ്രഹിക്കുന്ന ദേവനാണ് വിഠ്ഠലൻ. ആ ഭഗവാൻ ഇപ്പോഴും മഹാരാഷ്ട്രത്തിൽ പണ്ഡരീപുരം എന്ന ക്ഷേത്രമുണ്ട്. അവിടെ പാണ്ഡുരംഗൻ എന്ന് പറയും. ആ ഭഗവാനെ കണ്ടിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ പ്രസിദ്ധനായ ബില്ലമംഗല സ്വാമികൾ. അദ്ദേഹം ജനിച്ചത് കൃഷ്ണാനദി തീരത്തിലാണ്. കൃഷ്ണാനദി തീരത്തിൽ ജനിച്ചാലും കൂടുതൽ സഞ്ചരിച്ചത് കേരളത്തിലാണ്. അദ്ദേഹം അവിടെ ചെന്നു. എവിടെ? പണ്ഡരപുരം ശ്രീ വിഠ്ഠലകൃഷ്ണനെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു ശ്ലോകം ചൊല്ലി. മായാത പാന്ഥാഹ പതി ഭീമരഥ്യാഹ ദിഗംബരഃ കോപി തമാലനീലഃ വിന്യസ്തഹസ്തോപി നിതംബബിംബേ ധൂർത്തഃ സമാകർഷതി ചിത്തവിത്തം. എവിടെ പോയാലും പോയിക്കോളൂ നിങ്ങൾ. ആ ഭീമരഥി, അവിടെ ഓടുന്ന നദിയുടെ പേരാണ് ഭീമാ നദി. ഭീമ, ഭാമ, ഗോമ, അങ്ങനെ 3 നദി പ്രധാനം. അവിടെ ഭീമാ നദി തീരത്ത് പോകണ്ട. അവിടെ ഒരു കള്ളൻ നിൽക്കുന്നുണ്ട്. ദിഗംബര കോപി, വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല, ദിഗംബരനായി നിൽക്കുന്നു. തമാലനീലഹ, നല്ല നീല കളറിൽ കണ്ടല്ലോ. തമാലനീലഹ എങ്ങനെ നിൽക്കുന്നു? ആ കണ്ണനെ കണ്ടോളൂ, അവിടെ സൈഡിൽ നോക്കിയിട്ടുണ്ടല്ലോ. വിന്യസ്തഹസ്തോപി നിതംബബിംബേ, അറക്കെട്ടിൽ കൈവച്ചിരിക്കുന്നു. എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, സാധാരണ കള്ളർ നമ്മുടെ പൈസ കൊണ്ടുപോകും. ഈ കള്ളൻ നമ്മുടെ മനസ്സ് കൊണ്ടുപോകും. ധൂർത്ത സമാകർഷതി ചിത്തവിത്തം. ഈ കണ്ണനെ കണ്ടാൽ നമ്മുടെ ചിത്തം അവൻ്റെ അപ്പം പോകും, പിന്നെ തിരിച്ച് കിട്ടില്ല. അതുകൊണ്ടാണ് മഹാഹൃദ മഹാഗർത്ത മഹാഭൂതോ മഹാനിധി മഹാഗർത്തായ നമഃ. ഭഗവാന്റെ ഒരു പേര്. ഗർത്തം വെച്ചാൽ പടുകുഴി, വലിയ കുഴിയാണ്. അവിടെ പോയി നമുക്ക് തിരിച്ച് വരാൻ പറ്റില്ലേ. അങ്ങനെയാണ് രസമായിട്ട് വർണ്ണിക്കുന്നു. അങ്ങനെ ആ പാണ്ഡുരംഗൻ്റെ പേരാണ് വിഠ്ഠലൻ. എന്ത് ചെയ്യും? ആ ഭഗവാന്റെ നാമം വിഠ്ഠല ജപിച്ചാൽ അജ്ഞാനിയായ നമുക്കും ജ്ഞാനത്തെ കൊടുത്ത് അനുഗ്രഹിക്കുന്ന ദേവൻ ആണ് ആ ഭഗവാന്റെ പേര്.
എന്തായാലും അജാമിലൻ്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. 2 സത്രം നടത്തുന്നത്. ആദ്യം 12 കൊല്ലം മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ. അമ്പലത്തിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ പ്രഭാഷണം. അപ്പോൾ ദക്ഷയാഗം എന്നോട് പറഞ്ഞതാണ്. ഇപ്പോൾ എന്നെ കൊണ്ടുവന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു അതും കൂടി പറഞ്ഞു. അപ്പോൾ ഇക്കൊല്ലം ദക്ഷയാഗം ഇട്ടപ്പോൾ അമ്മ തീരുമാനിച്ചിട്ടുണ്ടാവാം, പണ്ട് പറഞ്ഞു കഴിഞ്ഞു ദക്ഷയാഗം, ഇപ്പോൾ നാമമഹിമ പറഞ്ഞാൽ മതി. അതുകൊണ്ട് അങ്ങനെ ഡേറ്റ് മാറി. ഇന്നലെ പറയേണ്ട ആളായിരുന്നു, പക്ഷേ ഇന്ന് അമ്മ വിളിച്ചു. എന്തായാലും നാമമഹിമ അതിന് ആമുഖമായിട്ട് കുറച്ച് കാര്യം പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കടക്കാം. 8 വിഷയങ്ങളാണ് കലിയുഗത്തിൽ ഏറ്റവും എളുപ്പം എന്ന് ഭട്ടത്രി പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന് 8 സാധനം എളുപ്പം പറഞ്ഞിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ 7 കഷ്ടം തന്നെയാണ്. 1 മാത്രമേ എളുപ്പമായിട്ടുള്ളൂ. എന്നാലും എന്തൊക്കെ അദ്ദേഹം പറഞ്ഞു അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ആ കഥയിൽ കടക്കാം. ഗംഗാ ഗീതാ ജഗായത്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാലഗ്രാമാഭിപൂജാ പരപുരുഷ തഥൈകാദശീ നാമവർണ്ണാഃ ഏതാന്യഷ്ടാപ്യയത്നാന്യൈകലിസമയേ ത്വത്പ്രസാദപ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യവിദധുർഷയഃ തേഷു മാം സജ്ജയേച്ഛാഃ. ഗംഗാ ഗീതാ ച 8 സാധനങ്ങൾ കളിസമയെ ത്വത്പ്രസാദ പ്രവൃദ്ധ്യ ഭഗവാന്റെ പ്രസാദം കിട്ടാനും ക്ഷിപ്രം മുക്തി വേഗം മുക്തി കിട്ടാനുള്ള വഴി 8 എണ്ണം എന്ന് പറയുന്നു. അത് എന്തൊക്കെയാണ് 8 എണ്ണം? ആദ്യം പറയുന്നത് ഗംഗ. ഗംഗയുടെ മഹിമ പറയാൻ പറ്റില്ല. 18 പുരാണത്തിലും പറഞ്ഞ ഒരു നദിയുടെ മഹിമ എന്താണെന്ന് ചോദിച്ചാൽ ഗംഗയാണ്. ഗംഗ ആദി ശങ്കരാചാര്യൻ പറയുന്നു, ഭഗവദ്ഗീത കിഞ്ചിദധീത ഗംഗാജലലവ കണികാപീത സകൃദപിയേന മുരാരി സമർച്ച ക്രിയത്തെ തസ്യ യമേന ന ചർച്ച ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭഗവദ്ഗീത ഈ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു, ഗംഗാ ജലലവ കണികാ പീത. 1 ഡ്രോപ്പ് തുളി. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ ഗംഗയിൽ തൊഴുത് വന്നാൽ അവർ കൊണ്ടുവന്ന തീർത്ഥം ഒന്ന് നമുക്ക് സേവിക്കാം. അതാണ് ഗംഗ. ഗംഗ എല്ലാ ദിക്കിലും കുളിക്കുന്നത് വിശേഷമാണ്. പക്ഷേ പ്രയാഗയിൽ കുളിച്ചാൽ കൂടുതൽ വിശേഷം. കാരണം പ്രയാഗയിൽ 3 നദികൾ ഒന്നിച്ച് ചേരുന്നത്. സിതാസിതേ യത്ര തരംഗചാമരേ നദ്യൗ വിഭാതഃ മുനിഭാനുഗണ്യകേ നീലാതപത്രം വടയേവ സാക്ഷാത് സ തീർത്ഥരാജോ ജയതി പ്രയാഗഃ. തീർത്ഥരാജം ഗംഗ, ജ്ഞാനനദി, യമുന ഭക്തിനദി, സരസ്വതി വൈരാഗ്യനദി. ഗംഗ, യമുന, സരസ്വതി 3 ഒന്നിച്ച് ജ്ഞാനഭക്തി വൈരാഗ്യം ഒന്നിച്ച് ചേരുന്ന ക്ഷേത്രം, മഹാക്ഷേത്രമാണ്. സാധാരണ സ്ത്രീകൾ മുടി വെട്ടാൻ പാടില്ല. പക്ഷേ അവിടെ ചെന്നാൽ സ്ത്രീകൾക്കും ആ മുടി വെട്ടി അവിടെ ഒരു പൂജ ചെയ്ത് സമർപ്പിക്കണം നദിയിൽ. അവരുടെ സ്ത്രീകൾ 3ആയിട്ട് വിരിക്കാറുണ്ടല്ലോ പിന്നലിടുമ്പോൾ. ഗംഗ, യമുന, സരസ്വതി. അതാണ് ഇങ്ങനെ പിന്നലിടാറുണ്ട്. പക്ഷേ കാണുമ്പോൾ 2 കാണുള്ളൂ. ഒന്ന് അടിവഴി പിടിച്ചുള്ളൂ. എന്താ കാരണം? അത് സരസ്വതി അന്തർവാഹിനിയാണ്, കാണാൻ പറ്റില്ല. ഗംഗ, യമുനയാണ് സ്ത്രീകളുടെ പിന്നോടെ സങ്കല്പം. അങ്ങനെയാണ്. ഭാഗവതം പോലെയാണ്, ജ്ഞാനഭക്തി വൈരാഗ്യം പോലെയാണ്. അത് മുണ്ടം പറയും. മുണ്ടം, ദണ്ഡം, പിണ്ടം. ഇത് 3 കാര്യം അവശ്യം ഒരു ഹിന്ദുക്കൾ ചെയ്യണം. തമിഴിൽ മുണ്ടം, ദണ്ഡം, പിണ്ടം അത് ചീത്ത പറയുന്നത് പോലെ തോറും. മുണ്ടം പറഞ്ഞാൽ അവിടെ മുണ്ടനം ചെയ്യണം. എല്ലാവർക്കും ഒരു മുണ്ടനം ചെയ്യണം അവിടെ ചെന്നാൽ. അത് പ്രയാഗയിൽ ചെയ്യുന്നു. പിന്നെ ദണ്ഡം, കാശി ക്ഷേത്രത്തിൽ കാളഭൈരവസ്വാമി ക്ഷേത്രത്തിൽ ഒരു വടി കൊണ്ട് തള്ളും. അവിടെ അടി വാങ്ങിയാൽ പിന്നെ യമൻ്റെ അടുത്ത് അടി വാങ്ങേണ്ട ആവശ്യമില്ല. അവിടെ ദണ്ഡം. പിന്നെ ഗയാക്ഷേത്രത്തിൽ ഭഗവാന്റെ പാദത്തിൽ പിണ്ടം സമർപ്പിക്കണം. ഇത് പ്രധാനം, നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഗംഗാ ജലലവ കണികാ പീത എന്ന് പറയുന്നത് ഗംഗയിൽ കുളിക്കണം.
ഗംഗ, പിന്നെ ഗീത. ഗീത വായിക്കണം. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ പണ്ടൊക്കെ എത്ര ബുദ്ധിമുട്ടിയ കാശിയാത്ര ചെയ്തിരുന്നു. ഇപ്പോൾ സൗകര്യം ഉണ്ടെങ്കിലും പറ്റാത്തവർക്ക് ബുദ്ധിമുട്ടാണ്. ഇനി 90 വയസ്സിൽ കിടപ്പിലായ ഒരാൾക്ക് ഗംഗയിൽ കുളിക്കണം പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഗംഗ കിട്ടില്ല. ചിലപ്പോൾ അമേസാനിൽ പോലും ഓർഡർ ചെയ്താൽ ഗംഗയും ഇവിടെ കൊണ്ടാക്കും. അതൊക്കെ സൗകര്യമൊക്കെ ഉണ്ടാവും. എന്തായാലും അവിടെ പോയി മുങ്ങി കുളിക്കുന്നത് ശ്രേഷ്ഠമാണ്. ഗംഗ അത് കുറച്ചുകൂടി കഷ്ടം. ഗീത വായിക്കുന്നത് കൂടുതൽ കഷ്ടമാണ്. ഒരു കുട്ടി ഗീത വായിക്കാൻ തുടങ്ങി, പക്ഷേ അദ്ദേഹത്തിന് പഠിക്കാത്ത, എങ്ങനെ പദം മുറിച്ച് പഠിക്കാൻ അറിയാത്ത കുട്ടിയാണ്. അപ്പോൾ അദ്ദേഹം ആ കുട്ടി എങ്ങനെ വായിച്ചു? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, അങ്ങനെയാണ് വായിക്കേണ്ടത്. പക്ഷേ വായിക്കുമ്പോൾ മക്ഷേ ത്രേ കു റുക്ഷേ ത്രേ, ഇങ്ങനെ വായിച്ചാൽ നിങ്ങൾ മനസ്സിലാവുമോ? മനസ്സിലാവില്ല. സംസ്കൃതം വായിച്ചാൽ മനസ്സിലാവില്ലേ. അത് വേണ്ട വിധത്തിൽ പദം മുറിച്ചാലേ അർത്ഥം മനസ്സിലാവുള്ളൂ. അംബിക കാപ്പി ഹോട്ടൽ എന്ന് വായിച്ചാൽ അർത്ഥം നന്നാവും. അമ്പി കാപ്പി ഹോട്ടൽ എന്ന് വായിച്ചാൽ അർത്ഥമായി. അതുകൊണ്ട് കുറച്ച് അത്യാവശ്യ സംസ്കൃതജ്ഞാനം വേണ്ടതാണ്. പക്ഷേ ധർമ്മക്ഷേത്രം ഇങ്ങനെ തെറ്റി വായിച്ചാലും കുഴപ്പമില്ലേ. ഗീത വായിക്കണം, ഗീത പഠിക്കണം. ഗംഗ ഗീതാച്ച. ഒരു ശ്ലോകം: യോഗക്ഷേമം വഹാമ്യഹം അനന്യാസ് ചിന്തയന്തോ മാം. എന്നെ എപ്പോഴും അന്യചിന്ത വിട്ട് എപ്പോഴും എന്നെ ധ്യാനിച്ചാൽ മതി, അവൻ്റെ യോഗക്ഷേമം ഞാൻ നോക്കിക്കോളാം. യോഗക്ഷേമം എന്ന് വെച്ചാൽ സാധാരണ കാര്യം. ഭക്തനാണെങ്കിൽ അവനക്ക് വേണ്ട കല്യാണം നടത്തി കൊടുക്കേണ്ടതും പിന്നെ എന്തൊക്കെ ആവശ്യമെല്ലാം ഭഗവാൻ ചെയ്യുന്ന അർത്ഥം. പക്ഷേ സാധാരണ അർത്ഥം അങ്ങനെയില്ല. അപ്രാപ്തസ്യ പ്രാപ്തി യോഗ, പ്രാപ്തസ്യ രക്ഷണം ക്ഷേമ. കിട്ടാത്തത് കിട്ടിയാൽ അതിൻ്റെ പേരാണ് യോഗം. ഇത് വലിയ യോഗം എന്ന് പറയും. പക്ഷേ അത് രക്ഷപ്പെട്ടിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം. കിട്ടാത്തത് എന്താണ്? ജ്ഞാനം കിട്ടിയിട്ട് പിന്നെ പോകരുത്, അത് സ്ഥിരമായി ഇരിക്കണം. അതാണ് യോഗക്ഷേമത്തിൻ്റെ അർത്ഥം. എന്തെങ്കിലും ഒരു ഗീത വാക്ക് പഠിക്കണം നമ്മൾ. മാ ശുചഹ, ദുഃഖിക്കേണ്ട. ഭഗവാൻ പറയുന്നു. ഇത് ഗീതയിൽ ഭഗവാൻ പറഞ്ഞ, കൃഷ്ണൻ പറഞ്ഞതൊക്കെ അവർ ക്രിസ്തു പറഞ്ഞത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളത് മര്യാദയ്ക്ക് വായിച്ചിട്ടില്ല. അവർ നന്നായിട്ട് ഗീത വായിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻകാരൊക്കെ കൃഷ്ണൻ്റെ വാക്കുകളൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും. പക്ഷേ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. കൃഷ്ണനെ യശോദ എടുത്തിരിക്കുന്നത് പോലെ അവിടെ ഒരു അമ്മ ഒരു ഉണ്ണിയെ ഇല വെച്ചിട്ടുണ്ട്. ഇവിടെ കൃഷ്ണൻ ആട് മേയിച്ച് പറഞ്ഞാൽ ആട് മേയിച്ച് പറയുന്നു. എന്തൊക്കെ പറയുന്നു. പക്ഷേ ഇതേ കാര്യം തന്നെ അവിടെ പറയുന്നു. ഗംഗ ഗീത, പിന്നെ ഗായത്രി. ഗായത്രിക്ക് ചില നിയമങ്ങൾ വേണം. ഉപനയന സംസ്കാരമൊക്കെ വേണം. അത് പറ്റില്ല എല്ലാവർക്കും. അതുകൊണ്ട് പൊതുവായിട്ട് എല്ലാവർക്കും ജപിക്കാൻ പറ്റുന്ന ഗായത്രി എന്താണെന്ന് ചോദിച്ചാൽ സത്യം പരം ധീമഹി. ഗായത്രിൻ്റെ സാരം ആദ്യത്തെ ശ്ലോകത്തിലാണ്. സത്യം പരം ധീമഹി ജപിക്കാം. ഗംഗ ഗീതാച്ച ഗായത്രേവിച്ച് തുളസിക്ക. ഒരു തുളസീത്തര നമ്മുടെ വീട്ടിൽ മുമ്പിൽ വെച്ച് പൂജ ചെയ്താൽ മതി. തുളസി പൂജ എല്ലാ സ്ത്രീകളും ചെയ്യേണ്ടതാണ്. നെടുമംഗല്യത്തിനും പിന്നെ വിവാഹം ആവാത്ത കുട്ടികൾക്ക് നല്ല ഭർത്താവ് കിട്ടണം. കിട്ടിയ ഭർത്താവ് കിട്ടിയാലും പിന്നെ ഓർമ്മിച്ച്, പണ്ടൊക്കെ വിവാഹം കഴിഞ്ഞാൽ അച്ഛനമാർക്ക് സമാധാനം, കുട്ടിയെ വിവാഹം കഴിഞ്ഞല്ലേ. ഇപ്പോൾ വിവാഹം കഴിഞ്ഞാലും ബുദ്ധിമുട്ട്, പിന്നെ എന്താ മര്യാദയ്ക്ക് ഡൈവേഴ്സ് ഇല്ലാതെ കൊണ്ടുപോകണമല്ലോ എന്ന് സങ്കടമാവും. അപ്പോൾ അങ്ങനെ വിവാഹം ഒന്നിച്ച് പോകണ്ടേ, അതിനു വേണ്ടി തുളസി പൂജ ചെയ്യേണ്ടതാണ്. പണ്ടൊക്കെ എല്ലാ വീട്ടിൻ്റെ മുറ്റത്തും ഉണ്ടാവും. അവിടെ എന്താ കാരണം? ചിലപ്പോൾ ഇടിവെട്ട് വന്നാൽ പോലും അത് തുളസിത്തറ എടുത്തോളും, നമ്മുടെ വീട്ടിൽ വീഴില്ല. പിന്നെ കൊറോണ കാലത്തിനകത്ത് മനസ്സിലാക്കി എല്ലാവരും എന്താ ഓക്സിജൻ കിട്ടാതായപ്പോൾ തുളസി ചെടി വെച്ചാൽ നല്ലതാണ്. പക്ഷേ പിന്നെ എല്ലാവരും തുളസി ചെടി വയ്ക്കാൻ തുടങ്ങി. ഈ തുളസിത്തറ ആൾത്തറ ഒക്കെ ഓക്സിജൻ കൂടുതൽ കൊടുക്കുന്ന വൃക്ഷങ്ങളാണ്, നദി ചെടികളാണ്. തുളസി പൂജ ചെയ്യണം. തുളസിക്ക, പിന്നെ ഗോപിക ചന്ദനം തത്. ദ്വാരകയിൽ ഗോപി താളാവ് സ്ഥലമുണ്ട്. ഗോപികമാരോട് ഗോപി വേഷത്തിൽ വന്ന് തൻ്റെ ഭാര്യമാരോട് ഭഗവാൻ രാസിൽ ആടി കുളിച്ചപ്പോൾ അവരുടെ ചന്ദനമൊക്കെ അവിടെ കറഞ്ചി പോയ സ്ഥലമാണ് ഗോപി താളാബ് സ്ഥലം. ലോകത്തിൽ എല്ലാവർക്കും ഈ ചന്ദനം നമ്മൾ തൊടുന്നുണ്ടല്ലോ, ആ ഗോപിക ചന്ദനം അതാണ്. ഇല്ലെങ്കിൽ ഗുരുവായൂരപ്പട്ടിയ ചന്ദനവും ഗോപിക ചന്ദനം തന്നെയാണ്. എന്നാൽ അവിടെ നമ്പൂതിരിമാർക്ക് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നമ്മളെല്ലാവരും ഗോപികമാരല്ലേ, അവർ ഗോപികമാർ അരച്ചു കൊടുത്ത ചന്ദനം ഗോപിക ചന്ദനം തത്. പിന്നെ ശാലഗ്രാമാഭിപൂജ, ഭഗവാന്റെ സ്വരൂപമായിട്ട് ശാലഗ്രാമ പൂജ. പരപുരുഷ തഥാ ഏകാദശി വ്രതം. ഒരു വണ്ടി വാങ്ങിയാൽ അവർ എന്തിനും ഓരോ മാസവും അതിൻ്റെ
ഇത് ചെയ്യുന്നു പറയാറുണ്ടല്ലോ, എന്താ ഇൻഷുറൻസ് മാത്രമില്ലേ, അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും സർവീസ്. അതുപോലെ നമ്മുടെ ഈ ശരീരമാകുന്ന ഈ വണ്ടിക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയാണ് ഏകാശി വ്രതം നിൽക്കണം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ സർവീസ് ചെയ്യാറില്ല. അതുകൊണ്ട് 100 കൊല്ലം ഇത് താങ്ങില്ല, 50 കൊല്ലത്തെ അറിവിൽ പോകുന്നു. സർവീസ് കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് 100 കൊല്ലം ജീവിക്കാം. അതുപോലെയാണ് ഏകാദശി വ്രതം, അതും പറ്റില്ല ഇപ്പോൾ. ഏകാദശി ഈ ഏതാണി അഷ്ടാണി 8 അദ്ദേഹം പറഞ്ഞു ഭട്ടത്രി, പക്ഷേ 8 ഇപ്പോൾ നമുക്ക് പറ്റില്ല. ഗംഗ, ഗീത, ഗായത്രി, തുളസി. കാരണം ബാംബെയിൽ ഫ്ലാറ്റിലിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഒരു ജനൽ ബാൽക്കണിയിൽ ഒരു തുളസി ചെടി വെച്ച് വെള്ളം ഒഴിച്ചാൽ താഴത്തെ വീട്ടിൽ വീഴും. അവർ പറയും വെള്ളം ഒഴിക്കരുത്, തുളസി വയ്ക്കരുത് ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ അത് പറ്റില്ല. തുളസിക, ഗോപിക, ചന്ദനം, തത് സാളഗ്രാമാഭിപൂജ, അതേപോലെ ഏകാദശി, ഇത് എല്ലാം കഷ്ടം തന്നെയാണ്. ഒന്ന് മാത്രം നമുക്ക് എളുപ്പമായിട്ടുള്ള നാമവർണ്ണാഹ. നാമം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കേണ്ട ആവശ്യമില്ല. നാമവർണ്ണം നാരായണ വരുന്ന നാരായണ 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 രാമ 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 മുഖ വ്യായാമം പോലെ ജപിച്ചാലും കുഴപ്പമില്ല. നാരായണ 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 നാരായണ. പണ്ടൊക്കെ കുട്ടികൾ അങ്ങനെ ആഞ്ജൻ തിരുമേനി ഉണ്ടായിരുന്നല്ലേ ഗുരുവായൂരിൽ, അദ്ദേഹം അവിടെ നാമജപത്തിന് അവിടെ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തിൻ്റെ പേരെന്താ മുകളിൽ നാരായണാലയം പോലെ ഗുരുവായൂരുടെ അമ്പലത്തിൽ തന്നെ ഊട്ടുപ്പുറയിൽ വൈകുന്നേരം നാരായണ ജപം 1/2 മണിക്കൂർ ഉണ്ടാവും. കുട്ടികളെല്ലാവരും അവിടെ ഗുരുവായൂരിൽ എല്ലാം നരച്ച കുട്ടികൾ പിന്നെ വന്ന കുട്ടികൾ എല്ലാവരും അവിടെ നാരായണ ജപിക്കും. പക്ഷേ നാരായണ ജപിക്കുന്നത് എന്തിനാ ചോദിച്ചാൽ നാരായണ ജപിക്കാൻ വേണ്ടിയില്ലേ. നാരായണ ജപം കഴിഞ്ഞാൽ కొంచెం പഞ്ചസാരയും പഴവും അദ്ദേഹം കൊടുക്കും. ആ പഴം പഞ്ചസാര കിട്ടാൻ വേണ്ടി അത് എപ്പോഴാണ് കൊടുക്കാൻ പോകുന്ന നോക്കി നാരായണ 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 ജപിച്ചിരിക്കും. പിന്നെ എല്ലാ കുട്ടികൾക്കും അദ്ദേഹം പഴം പഞ്ചസാര കൊടുക്കും. അങ്ങനെ പഴം പഞ്ചസാര കഴിച്ച കുട്ടികളാണ് ഇന്ന് വലിയ ഭാഗവത ആചാര്യന്മാർ ഇവിടെ കേരളത്തിൽ ഇരിക്കുന്നു. എന്തായാലും അങ്ങനെ നാമവർണ്ണം, ആ നാമ അക്ഷരം അക്ഷര ത്വതീയ നാമ അക്ഷരമാത്ര വൈഭവാത്. ഭട്ടത്തിൽ പിന്നെ അക്ഷരം ജപിച്ചാൽ മതി. നാരായണനെ ധ്യാനിച്ചുകൊണ്ട് ജപിച്ചാൽ കൂടുതൽ ആനന്ദം. ഇനി വെറും അക്ഷരം ജപിച്ചാലും കുഴപ്പമില്ല, നാമാക്ഷരം നമ്മളെ രക്ഷിക്കും. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അജാമില ഉപാഖ്യാനം. അജാമിലൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അജാ പറഞ്ഞാൽ മായ എന്നർത്ഥം. അജാമേകാം ലോഹിത ശുക്ലകൃഷ്ണാം ഭക്തിയും. അജാ പറഞ്ഞാൽ സാധാരണ സംസ്കൃതത്തിൽ പെൺ ആട് എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ അജാ പറഞ്ഞാൽ മായ. അജയാ മേലനം യസ്യ സഹ. എപ്പോഴും മായയിൽ ഇരിക്കുന്ന ആളാണ് അജാമിലൻ. അല്ലെങ്കിൽ ജാമി പറഞ്ഞാൽ നല്ല സ്ത്രീ എന്നാണ് അർത്ഥം. അജാമി പറഞ്ഞാൽ ദോഷമുള്ള സ്ത്രീ, കെട്ട സ്ത്രീ. അജാമി ലഹ, അജാമിയായ സ്ത്രീയെ എടുത്ത ആളാണ്, അതാണ് ലാഥി, അതാണ് അജാമിലൻ എന്ന പേര് പറയാൻ കാരണം. അതിനു മുമ്പായിട്ട് ഇവിടെ പരീക്ഷിത്ത് ചോദിക്കുന്നു. കാരണം ഇവിടെ ഭൂഗോള ഖഗോളങ്ങളെ വർണ്ണിച്ചപ്പോൾ അവസാനം നരകം എവിടെ ചോദിച്ചപ്പോഴാണ് നരകം ഭൂമിക്ക് താഴെയും വെള്ളത്തിൻ്റെ മുകളിലും തെക്ക് ഭാഗത്തിലുണ്ട്. ശരിക്കും നരകം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ കോടതിയാണ്. ഇവിടെ നമ്മുടെ കോടതിയിൽ സത്യമേവ ജയതേ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ നീതി ദേവതയുടെ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട്. അത് കണ്ണ് കട്ടിയിട്ടിരിക്കണം. കണ്ണ് തുറന്നല്ലേ മര്യാദയ്ക്ക് നീതി കൊടുക്കാൻ പറ്റുള്ളൂ. അത് കൊടുക്കേണ്ട വിചാരിച്ചിട്ടാകും കണ്ണ് ഒരു കറുത്ത് ഇങ്ങനെ കട്ടിയിട്ടിട്ടാണ് അവിടെ നീതി ദേവതയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭൂലോകത്തിലുള്ള കോടതിയിൽ ചിലപ്പോൾ സത്യം ജയിക്കില്ല. അപ്പോൾ ഭഗവാന്റെ കോടതിയാണ് നരകലോകം. ആര് എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ ശിക്ഷ കുറച്ച് കൂടുതലായി. ഇപ്പോൾ കള്ളസാക്ഷി പറഞ്ഞാൽ അടുത്ത ജന്മത്തിൽ സംസാരിക്കാൻ വയ്യാതെ കുട്ടിയായി ജനിക്കും. കാല് കൊണ്ട് തെറ്റ് ചെയ്തവർക്ക് പിന്നെ കാല് തന്നെ ഇല്ല. അച്ഛനമ്മമാരെ തട്ടി ഉതച്ച് അച്ഛനമ്മമാരെ ഇങ്ങനെ എത്തി അവരെ ബുദ്ധിമുട്ടിച്ചവർക്ക് കാലിൻ്റെ ദോഷം. ഇങ്ങനെ ഭഗവാൻ ഓരോരാളെയും സ്വയം ബുദ്ധിപൂർവ്വം ഇങ്ങനെ സൃഷ്ടിക്കാറില്ലേ ദോഷവത്തായി. അവരുടെ ചെയ്ത പാപം കൊണ്ട് അങ്ങനെ ചെയ്യും. കാണാൻ പറ്റാതെ കാഴ്ചകളെ കണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ കണ്ണിൻ്റെ ദോഷമുള്ളവരായി ജനിക്കുന്നു. അപ്പോൾ അതിൻ്റെ ശിക്ഷ കിട്ടും പറഞ്ഞപ്പോഴാണ് പരീക്ഷിത്ത് ചോദിക്കുന്നു. അതുനേഹ മഹാഭാഗ യഥൈവ നരകാന്നരഃ നാണോഗ്രയാതനാന്നേയാ തന്മേ വ്യാഖ്യാതുമർഹസി. നരകത്തിൽ രക്ഷപ്പെടാൻ എന്താണ് വഴി ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു ധ്രുവം സവൈ പ്രേത്യ നരകാനുപൈതി.
നചേതി ഇഹീവ അപചിതും യഥാംഹസഃ. ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യണം. കൃതസ്യ കുറിയാത് മനവുക്തിപാണിഭിഹി. നമ്മൾ പറയാറുണ്ടല്ലേ, ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കണം. ഉപ്പ് തിന്ന വെള്ളം കുടിച്ചേ പറ്റൂ. അതുപോലെ ചെയ്ത തെറ്റിന് ശിക്ഷ കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? തസ്മാത് പുറൈവ ആശ്വിക പാപനിഷ്കൃതോ യഥേത മൃത്യോഹോ. നമ്മൾ മരിക്കും മുമ്പ് തന്നെ നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണം. എങ്ങനെയാണ് ഭിഷക് ചികിത്സേത രുജാം നിദാനവിത്. എങ്ങനെ ഒരു വൈദ്യൻ വ്യാധിൻ്റെ കടുപ്പം നോക്കി അതിന് അനുകൂലമായ മരുന്ന് കൊടുക്കുന്നുവോ അതുപോലെ ചെയ്ത പാപത്തിൻ്റെ പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോഴാണ് പരീക്ഷിത്ത് പറയുന്നു, നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്, പക്ഷേ ഈ പ്രായശ്ചിത്തം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മന്യേ പ്രായശ്ചിത്തമതോപാർത്ഥം മന്യേ കുഞ്ചരശൗചവത്. ആണയെ കുളിപ്പിക്കുന്നത് പോലെയാണ് ഈ പ്രായശ്ചിത്തം. ആണപ്പാപ്പന്മാർ 4 പേര് കല്ലുകൊണ്ട് തേച്ച് ഒരു കുളത്തിലോ അല്ല പുഴയിലോ ആണയെ ഇന്നിങ്ങനെ കിടത്തി അപ്പുറം കിടത്തി അത് തേച്ച് ഉറച്ച് കുളിപ്പിച്ച് ആണയെ നിർത്തി വയ്ക്കും. പിന്നെ അവർ ക്ഷീണം മാറാൻ വേണ്ടി കുളിക്കാൻ പോകും. അവർ കുളിച്ച് വരുമ്പോൾ ആണ എന്ത് ചെയ്യും? നീ കുളി കഴിഞ്ഞില്ലേ, നീ പൗഡർ അടിക്കാൻ പറഞ്ഞ് മണ്ണെടുത്ത് സ്വന്തം ശിരസിലേക്ക് എടുത്തിടും. അതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന പ്രായശ്ചിത്തമൊക്കെ. പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ തന്നെ വേറെ പാപം ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പോൾ പാപം മാത്രം പോയിട്ട് കാര്യമില്ല, പാപം ചെയ്യുന്ന ബുദ്ധിയും കൂടി മാറണം. അതിന് എന്താ വഴി എന്ന് ചോദിക്കുന്നു. ഇവിടെ 2 ഉദാഹരണം പറയുന്നുണ്ട്. തപസ ബ്രഹ്മചര്യേന ശമേനച്ച തപേനച്ച. ഈ ഇങ്ങനെ പ്രായശ്ചിത്തമൊക്കെ എങ്ങനെയാണ്? വേണുഗുൽമം ഇവാണലഹ. മുളക്കുച്ചിയുള്ള കാട്ടുണ്ടല്ലോ, അത് ദഹിപ്പിക്കുന്നത് പോലെയാണ്. അത് വെറുതെ ദഹിപ്പിച്ചാൽ പോരാ, പിന്നെ വീണ്ടും മഴ പെയ്താൽ ഉണ്ടാവും. ഈ മുളക്കുച്ചിയെ ദഹിപ്പിക്കാൻ ഒരു പ്രത്യേക ശൈലിയുണ്ട്. അങ്ങനെ ദഹിപ്പിച്ചാലും മുഴുവൻ നശിക്കുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും പൊന്തി വരും. അതുപോലെയാണ് ഈ പ്രായശ്ചിത്തമൊക്കെ. പക്ഷേ ഭക്തി അങ്ങനെയില്ലേ. അത് എങ്ങനെയാണ്? നീഹാരമിവ ഭാസ്കര കേചിത് കേവലയാ ഭക്ത്യാ വാസുദേവ പരായണാഃ അകം ധുൻവന്തി കാർഷ്ണേന നീഹാരമിവ ഭാസ്കര. എങ്ങനെ സൂര്യൻ വന്നാൽ മഞ്ഞ് പതുക്കെ പെട്ടെന്ന് പോകുന്നുണ്ടോ അതേപോലെ നാമം ജപിച്ചാൽ മതി. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ എല്ലാവരും ജപിക്കാം. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ. ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ 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 ജയ രാധേ 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 ജയ രാധേ രാധേ ജയ രാധേ രാധേ ജയ രാധേ 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 ജയ രാധേ രാധേ ജയ രാധേ രാധേ ജയ രാധേ 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 जय राधे 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 जय राधे 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 माधव कृष्ण मधुसूदन कृष्ण माधव कृष्ण मधुसूदन कृष्ण यादव कृष्ण यदुनंदन कृष्ण यादव कृष्ण यदुनंदन कृष्ण माधव कृष्ण मधुसूदन कृष्ण माधव कृष्ण मधुसूदन कृष्ण मनमोहन कृष्ण मनमोहन कृष्ण. ഈ നാമജപം ഇതുകൊണ്ട് നമുക്ക് പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ ശ്രുതിസ്മൃതിഭ്യാം വിഹിതാവ്രതാദയഃ പുനന്തി പാപം ന ലുണന്തി വാസനാം അനന്തസേവാതു നിഗൃന്തതി ദ്വയീം ഇതി പ്രഭോ ത്വത്പുരുഷാവഭാഷിരേ.
ശ്രുതിസ്മൃതിയിൽ പറഞ്ഞ പ്രായശ്ചിത്തങ്ങളൊക്കെ പരിഹാരങ്ങളൊക്കെ പാപങ്ങൾ മാറ്റിത്തരും. പക്ഷേ പാപം ചെയ്യുന്ന ബുദ്ധി മാറ്റാൻ വയ്യ. പാപം ചെയ്യുന്ന ബുദ്ധിയും മാറണമെങ്കിൽ നാമജപവും അനന്തസേവ. അനന്തസേവ പറഞ്ഞാൽ ഭഗവാന്റെ സേവ, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരുടെ സേവ സേവിച്ചാൽ മതി. തത്പൂരുഷ നിഷേവയാ. ഇവിടെ ഭഗവാന്റെ നാമം മാത്രം പറഞ്ഞിട്ടേ തത്പൂരുഷ ഭഗവാന്റെ പുരുഷന്മാരെ സേവിച്ചാൽ മതി. ഭക്തന്മാർ. രാമകൃഷ്ണ പരമഹംസൻ്റെ അടുത്ത് ഒരു മഹാത്മാ ഉണ്ടായിരുന്നു, ഗിരീഷ് ചന്ദ്രഘോഷ്. നല്ല നടികനാണ്, നടൻ. അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവായി അദ്ദേഹം വേഷം ധരിച്ചാൽ ചൈതന്യ മഹാപ്രഭുവിനെ നാമം ജപിക്കും. അദ്ദേഹത്തിനെ കണ്ടവരൊക്കെ കരയും. അങ്ങനെ നല്ല നടനാണ്. പക്ഷേ അദ്ദേഹം ഇടയ്ക്ക് മദ്യം സേവിക്കാറുണ്ട്, ദാസി വീട്ടിലേക്ക് ചെല്ലാറുണ്ട്. രാമകൃഷ്ണ പരമഹംസൻ അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ശിഷ്യന്മാരെ പറഞ്ഞു, അദ്ദേഹത്തിന് കൂടുതൽ അടുപ്പം വേണ്ട, എന്ന ദുശ്ചരിത്രമുള്ള ആളാണ്. ഒരു ദിവസം രാമകൃഷ്ണ പരമഹംസൻ ചോദിച്ചു, നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? ശിഷ്യന്മാർ പറയുന്നുണ്ടല്ലോ, മദ്യം സേവിക്കാൻ പോകുന്നുണ്ട്, ഇടയ്ക്ക് ദാസി വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതങ്ങനെ ശീലിച്ച് പോയി, എന്നെക്കൊണ്ട് നിർത്താൻ വയ്യ. കുഴപ്പമില്ലേ, എവിടെ വരെയും ചെന്നോളൂ, പക്ഷേ മദ്യം സേവിക്കും മുമ്പ് എന്നെ ഒന്ന് ഓർത്താൽ മതി. അത്രയേ പറഞ്ഞിട്ടുള്ളൂ രാമകൃഷ്ണദേവൻ. അതേപോലെ ഇദ്ദേഹം ഗിരീഷ് ചന്ദ്രഘോഷ് എന്ത് ചെയ്തു? അവിടെ മദ്യശാലയിൽ ചെന്നു. മദ്യം കുടിക്കും മുമ്പ് ഗുരുനാഥേന്ദ്ര പ്രതി എന്നെ ഒന്ന് ഓർത്താൽ മതി പറഞ്ഞു. രാമകൃഷ്ണ പരമഹംസനെ ഓർത്ത ശേഷം അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ട് ഇത് ചെയ്താൽ നന്നാവുമോ? വേണ്ട, നിർത്തി. പിന്നെ അടുത്ത ദിവസം വേശി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എവിടെ ചെന്നാൽ എന്നെ ഓർത്തോളൂ. അവിടെ ചെല്ലുമ്പോഴും രാമകൃഷ്ണ പരമഹംസനെ സ്മരിച്ചപ്പോൾ സ്വന്തം ഭാര്യയെപ്പോഴും അമ്മയായി കണ്ട അദ്ദേഹത്തിനെ ഓർത്തുകൊണ്ട് ഇവിടെ വന്നാൽ നന്നാവുമോ? വേശിയെ കണ്ടപ്പോൾ തൊഴുതു മടങ്ങിപ്പോയി. ഇങ്ങനെ തത്പൂരുഷ നിഷേവയാ. ഭഗവാനെ സേവിക്കുന്ന ഭക്തന്മാരെ സേവിക്കുമ്പോൾ വേഗം അവർ ശുദ്ധനായിത്തീരും എന്നാണ് ഇവിടെ ഭാഗവതത്തിൽ പറയുന്നു. കാന്യകുബ്ജേ ദ്വിജക്വസ്തി ദാസീപതിരജാമിലക നാംനാ നഷ്ട സദാചാരക ദാസ്യാ സംസർഗദൂഷിതക. കന്യാകുബ്ജം അല്ല കാന്യകുബ്ജം എന്ന സ്ഥലത്തിലാണ് ഉത്തരഭാരതത്തിൽ. അവിടെ അജാമിലൻ പേരുള്ള ബ്രാഹ്മണൻ നല്ലവൻ തന്നെയാണ്. പക്ഷേ എല്ലാവരും നല്ലവർ തന്നെയാണ്. ചിലപ്പോൾ ദുഷ്ടസംഘം കൊണ്ട് ദുഷ്ടരായി തീരുന്നു. ഒരു ദിവസം കാട്ടിൽ സമിത ദർഭ എടുക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് മഴ വന്നു. മഴ വന്നപ്പോൾ അന്വേഷിച്ച് പോയി അവിടെ താമസിക്കാൻ സ്ഥലമുണ്ടോ. അവിടെ ഒരു ചെറിയ കുടിൽ കണ്ടു. അവിടെ ചെന്നപ്പോഴാണ് ഒരു ദാസിയുടെ വീട്. ദാസിയോട് ഒരാൾ അവിടെ പാട്ടും പാടിയിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഈ അജാമിനക്ക് നമുക്കിങ്ങനെ ജീവിച്ചാൽ കൊള്ളാൻ തോന്നി. അപ്പോൾ അവൻ്റെ മനസ്സാക്ഷി പറയുന്നു, ഇങ്ങനെ ചെയ്യരുതേ. പക്ഷേ മനസ്സാക്ഷി പറഞ്ഞിട്ടും ഇയാൾ അത് കടന്നിട്ടുണ്ട്. ചില ആളുകൾ പറയും, ഞാൻ ചെയ്യുന്ന തെറ്റിൻ്റെ കാരണം ഭഗവാൻ തന്നെയാണ്, എൻ്റെ ഉള്ളിൽ അത് ചോദിപ്പിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. എല്ലാവരുടെ ഉള്ളിൽ ഭഗവാനല്ലേ. അപ്പോൾ ഭഗവാൻ ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഒരാൾ ചൂത് കളിച്ചു, അവൻ്റെ പണം നഷ്ടമായി. അയാൾ ഈ ലൈറ്റ് ചീത്ത വിളിച്ചു, ഇതിൻ്റെ വെളിച്ചം കൊണ്ടല്ലേ ഞാൻ ചൂത് കളിച്ചു, എൻ്റെ നഷ്ടത്തിന് കാരണം ഈ ലൈറ്റ് തന്നെയാണെന്ന് ഒരാൾ പറഞ്ഞു. അതേ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഒരാൾ ഭാഗവതം വായിച്ചു, സന്തോഷത്തോടെ പോകുന്നു. ഈ ലൈറ്റ് ഇയാളോട് ചൂത് കളിക്കാനും പറഞ്ഞിട്ടില്ലേ, ഭാഗവതം പഠിക്കാനും പറഞ്ഞിട്ടില്ലേ. ശക്തി മാത്രമേ ഇല്ലേ, വെളിച്ചം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ എല്ലാവർക്കും അന്തര്യാമിയായി ഭഗവാൻ ശക്തി മാത്രമേ കൊടുക്കുള്ളൂ. അവരവരുടെ ഇഷ്ടപ്രകാരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ സുഖദുഃഖങ്ങൾ അവർ അനുഭവിക്കുന്നു. ഇവിടെ അജാമിലൻ്റെ മനസാക്ഷി രൂപത്തിൽ ഭഗവാൻ തടഞ്ഞു നിർത്തി. എന്നിട്ടും അത് ബലമായിട്ടില്ല. കാരണം വിവേകം ബലമാവണമെങ്കിൽ സത്സംഗത്തിലേക്ക് വരണം. തഥാ ഉദയത്തെ വിവേക. ദുഷ്ടസംഗത്തിലാകുമ്പോൾ വിവേകം ബലമാവില്ലേ, അവിടെ ഇന്ദ്രിയ ശക്തിയാണ് കൂടുതലാകും. അതുകൊണ്ടാണ് ഗുരുനാഥൻ ഒരു പാട്ടിൽ പറയും, സജ്ജന സംഗം ഭജരേ ക്ഷണമപി ദുർജന സംഗം ത്യജരേ. ക്ഷണമപി ഒരു 1/2 മിനിറ്റ് ആയാലും സത്സംഗത്തിലേക്ക് വന്നോളൂ. എന്നാൽ വരുന്ന സമയത്ത് നിർത്തുന്ന സമയമായി പോകും, അങ്ങനെ പേടിക്കേണ്ട. നിർത്തുന്ന സമയത്തിൽ വന്നാലും കുഴപ്പമില്ല. വന്നാൽ ദീപാരാധന തൊഴാം, അവസാനം ഗോവിന്ദ ഗോവിന്ദ 2 നാമം ജപിക്കാം, പിന്നെ പ്രസാദം കൂടി കിട്ടും. ക്ഷണമപി ദുർജന സംഘം ത്യജരേ. അരക്ഷണമായാലും ദുഷ്ടസംഘത്തിന് പോകരുത്. രണ്ടത്തിൻ്റെ ഗുണദോഷങ്ങൾ ഇവിടെ ഗുരുനാഥൻ കീർത്തനത്തിൽ പറയുന്നു. സജ്ജന സംഘേ ഹരിസ്മരണം ദുർജന സംഘേ സ്ത്രീസ്മരണം. സജ്ജന സംഘത്തിൽ എപ്പോഴും ഹരിസ്മരണം ഉണ്ടാവും.
ദുർജന സംഘത്തിൽ പോയാൽ എപ്പോഴും സ്ത്രീകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. സജ്ജന സംഗേ ഗുണഭജനം, ദുർജന സംഗേ ധനഭജനം. സത്സംഗത്തിൽ ഭഗവാന്റെ ഗുണഭജനം, ഗുണത്തെ ഭജിച്ചുകൊണ്ടിരിക്കും, ഗുണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ദുഷ്ടസംഘത്തിൽ ഇപ്പോൾ ഷെയർ മാർക്കറ്റ് എങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു, ഈ ധനത്തെക്കുറിച്ചാണ് അവരുടെ ചിന്തന മുഴുവനും. സജ്ജന സംഗേ വൃന്ദാവനം, ദുർജന സംഗേ അസിപത്രവനം. സത്സംഗത്തിൽ നമ്മൾ ഹരിനാരായണ നമ്പൂതിരിയോടൊപ്പം ചേർത്ത് പോയാൽ നമുക്ക് ബൃന്ദാവനത്തിൽ പോവാം. സത്സംഗത്തിൽ പോയാൽ ബൃന്ദാവനത്തിൽ പോവാം. ദുഷ്ടസംഘത്തിൽ പോയാൽ എന്താവും? അസിപത്രവനോ സ്ഥലമുണ്ട്. ഭാഗവത 26-ാമത്തെ അധ്യായം അയച്ചാൽ മതി. 5-ാം സ്കന്ധം ഇപ്പോൾ പറയാൻ എനിക്ക് സമയമില്ല. സത്സംഗത്തിൽ പോയാൽ ബൃന്ദാവനത്തിലേക്ക് പോവാം, ദുഷ്ടസംഘത്തിൽ പോയാൽ അസിപത്രവനത്തിൽ പോകേണ്ടി വരും. സജ്ജന സംഗേ രവിനന്ദിനി, ദുർജന സംഗേ വൈതരണി. സത്സംഗത്തിൽ പോയാൽ രവിനന്ദിനി, യമുനയിൽ പോയി ബൃന്ദാവനത്തിൽ കുളിക്കാം. ദുഷ്ടസംഘത്തിൽ പോയാൽ വൈതരണി എന്ന് ഒരു നദിയുണ്ട്, നരകത്തിൻ്റെ മുമ്പായിട്ട് ഓടുന്ന നദി. എന്തൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഉള്ളിലുണ്ടോ അതൊക്കെ പുറത്ത് നദിയായിട്ട് ഓടുന്ന ഒരു വെള്ളമാണ്, അവിടെ കുളിക്കേണ്ടി വരും. സജ്ജന സംഗേ രാമകഥ, ദുർജന സംഗേ കാമകഥ. സത്സംഗത്തിൽ പോയാൽ രാമകഥ കേൾക്കാം, ദുഷ്ടസംഘത്തിൽ പോയാൽ കാമകഥയാണ് ഉണ്ടാവുക. സജ്ജന സംഗേ പ്രേമഭക്തി, ദുർജന സംഗേ കാമബുദ്ധി. സത്സംഗത്തിൽ പോയാൽ പ്രേമഭക്തി ഉണ്ടാവും, ദുഷ്ടസംഘത്തിൽ പോയാൽ കാമബുദ്ധി ഉണ്ടാവും. അതാണ് ഈ അജാമിലൻ്റെ കഥയിൽ മാറിപ്പോയി. ആ വേശ്യാസ്ത്രീയെ കണ്ടപ്പോൾ തൻ്റെ വേശ്യയോട് കുടുംബജീവിതം തുടങ്ങി, സ്വന്തം അച്ഛനമ്മമാരെയും ഭാര്യയും ഉപേക്ഷിച്ചു. ഈ വേശ്യയെ പോഷിപ്പിക്കാൻ വേണ്ടി കൊള്ള കള്ളത്തരം എന്തൊക്കെയുണ്ടോ എല്ലാം ചെയ്തു. അങ്ങനെ അജാമിലടക്കം വേശിക്കും 9 ഉണ്ണികൾ ഉണ്ടായി. 10ാമത്തെ ഉണ്ണി ഉണ്ടാവും മുമ്പ് ഒരു ചെറിയ ഒരു ഭാഗ്യം. ആ നാട്ടിൽ ഒരു മഹാത്മാ വന്നു. സായങ്കാലേ വിഷ്ണു ഭക്ത സാലഗ്രാമശിലാം വഹൻ. വിഷ്ണു ധർമ്മോത്തരം എന്ന് മഹാഭാരതത്തിൻ്റെ ലക്ഷങ്ങളൊന്നും പറഞ്ഞിട്ടും മതിയാവാതെ പിന്നെ ഹരിവംശം പറഞ്ഞു. അത് പറഞ്ഞിട്ടും മതിയാവാതെ പിന്നെ വിഷ്ണു ധർമ്മോത്തരം എന്ന് കൂടി എന്ന് പറഞ്ഞു. ശാന്തിപർവത്തിൻ്റെ ഒരു ഇതുപോലെ അവിടെ പല കഥകൾ പറയുന്നുണ്ട്. അജാമിലൻ തൻ്റെ 10ാമത്തെ ഉണ്ണിക്ക് പേര് വയ്ക്കാനുള്ള കാരണം ഇവിടെ പറയുന്നു. സായങ്കാല സമയത്തിൽ ഒരു വിഷ്ണുഭക്തൻ ശാളഗ്രാമം എടുത്ത് അവിടെ വരുന്നു. അദ്ദേഹത്തിൻ്റെ നിയമം എന്താണ് ചോദിച്ചാൽ സ്വയം ഉണ്ടാക്കിയ ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ, സ്വയം പാക്കി. ഇപ്പോഴും തമിഴ്നാട്ടിൽ അങ്ങനെ ഉണ്ട്. ഞാൻ ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും, സ്വയം ഉണ്ടാക്കാനൊന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് പഠിച്ചാൽ നന്നാവും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ സ്വയം ഉണ്ടാക്കി കഴിക്കുന്ന ചില ഭക്തന്മാരുണ്ട്, വേറെ ആളും ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറച്ച് ഗോതമ്പ് മാവ് കിട്ടിയാൽ മതി, ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ കഴിച്ചോളാം. അപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ വളരെ ശുദ്ധരാണ്, ഞങ്ങൾ ഉണ്ടാക്കി തരാം. നിങ്ങൾ ശുദ്ധം തന്നെയാണ്, പക്ഷേ എൻ്റെ നിയമം അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിക്കാൻ വേണ്ടി നാട്ടുകാരെന്ന് പറഞ്ഞു, നിങ്ങളെപ്പോലെ വളരെ ശുദ്ധനായിട്ട് ഒരാളുണ്ട്, അജാമില ശാസ്ത്രികൾ, അവരുടെ വീട്ടിലേക്ക് ചെന്നോളൂ പറഞ്ഞ് അജാമിലൻ്റെ അഡ്രസ്സിൽ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അജാമിലൻ മദ്യം കഴിച്ച് മയങ്ങി കിടക്കണം. ഇവിടെ ആ ബ്രാഹ്മണൻ വന്ന് ആ ഭക്തൻ വന്ന് ചോദിച്ചു, അജാമില ശാസ്ത്രികൾ അവിടെ ഉണ്ടോ? അപ്പോൾ വേശിക്ക് മനസ്സിലായി, പണ്ടത്തെ ആളേക്കും ഇപ്പോൾ ഇവിടെ എന്താ വേണം ചോദിച്ചു. രാത്രി തിന്നിയിൽ കിടന്നോളാം, കുറച്ച് ഗോതമ്പ് നമുക്ക് കൊടുത്താൽ മതി, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചോളാം. തിന്നിയിൽ വൃത്തിയാക്കി കളം വരച്ച് കൊടുത്തു. പിന്നെ അദ്ദേഹത്തിന് വേണ്ട ചപ്പാത്തിക്ക് വേണ്ട സാധനം കൊടുത്തു. പിന്നെ അജാമിനം ഉണർന്ന ശേഷം 2 പേരും ആ മഹാത്മാവിൻ്റെ കാലിൽ വീണ് സത്യം പറഞ്ഞു, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, കൂടുതൽ പാപം ചെയ്തു പോയി, രക്ഷിക്കണേ. അദ്ദേഹം പറഞ്ഞു, ദിവസം ഒരു 1008 നാരായണ ജപിച്ചോളൂ. 1008 എന്നെ കൊണ്ട് ജപിക്കാൻ വയ്യ, പക്ഷെ 108 ജപിക്കാമോ? 108 ജപിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു 12 എണ്ണം ജപിക്കാമോ? എനിക്ക് പറഞ്ഞു, നിങ്ങൾ ജപിച്ചോളൂ, പൈസ എങ്ങനെ ഞാൻ തരാം. ഈ ചില ആളുകൾ അങ്ങനെയാണ്, എനിക്ക് പറഞ്ഞു നിങ്ങൾ ജപിച്ചാൽ മതി, പൈസ തരാം എന്ന് പറയും. അപ്പോൾ എനിക്ക് പറഞ്ഞു ജപിച്ചോളൂ, പക്ഷേ വീട്ടിൽ ഒരു യന്ത്രം വെച്ചാൽ മതി, അത് നാരായണ ജപിച്ചോളൂ. ഇപ്പോൾ എളുപ്പത്തിലുള്ള സാധനമാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇവർക്ക് എന്തെങ്കിലും രക്ഷ ചെയ്യണമെന്ന് വിചാരിച്ച് ഇപ്പോൾ അജാമിനുടെ വയസ്സ് 85ആണ്. അജാമിനുടെ ഭാര്യയ്ക്ക് എന്തായാലും 80-75 ആയിട്ടുണ്ടാവാം. ഈ സമയത്തിൽ പ്രസവിക്കാനുള്ള ശേഷി, ആ ശക്തിയൊക്കെ പോയി.
ഇന്നാളും ആ മഹാത്മാവിൻ്റെ അനുഗ്രഹം, അദ്ദേഹം സന്താന ഗോപാലമന്ത്രം ജപിച്ച് സിദ്ധി വരുത്തിയ മഹാത്മാവാണ്. അദ്ദേഹം ചെയ്തു, സന്താന ഗോപാലമന്ത്രം ജപിച്ച് ഒരു പഴം കൊടുത്തു. ഈ പഴം കഴിച്ചാൽ നിങ്ങൾക്കൊരു ഉണ്ണി ഉണ്ടാകും. ഈ ഉണ്ണി ഉണ്ടാവുന്ന ഉണ്ണിക്ക് നാരായണ പേരിട്ടോളൂ, നാരായണ വിളിച്ചോളൂ എന്ന ഉപദേശം കൊടുത്തു. അങ്ങനെ ആ മഹാത്മാ പുറപ്പെട്ട ശേഷം ആ പഴം കഴിച്ചു. അവർ ഗർഭവതിയായി. പിന്നെ മറക്കേണ്ട വിചാരിച്ച് കറിക്കട്ടയിൽ ഭിത്തിയിൽ എഴുതി വെച്ചു, നാരായണ പേരിടണം. ഇടയ്ക്കിടയ്ക്ക് നാരായണ നാരായണൻ നോക്കി വായിച്ച് ഉണ്ണി ഉണ്ടാവുമ്പോൾ തന്നെ നാരായണ 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 ജപിക്കാൻ തുടങ്ങി. ഇനി ഉണ്ണി ഉണ്ടായ ശേഷം നാരായണ എഴുന്നേൽക്കൂ, നാരായണ പഠിക്കൂ, നാരായണ സ്കൂളിലേക്ക് പോകൂ, നാരായണ ഹോംവർക്ക് ചെയ്യൂ. ഇങ്ങനെ എപ്പോഴും നാരായണ നാരായണ വിളിച്ച് നാരായണ ജപം ഉറുയേറി. ഇത് ആ മഹാത്മാവിൻ്റെ അനുഗ്രഹമാണ്. പക്ഷേ ഈ അവസാനത്തെ ഉണ്ണിയായതുകൊണ്ട് പ്രേമം കൂടുതലായപ്പോൾ എന്തായി, ഈ അജാമിലൻ്റെ 88ാമത്തെ വയസ്സിൽ 3 യമദൂതന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. സാധാരണ 2 പേരേ വരാറുള്ളൂ. ഇപ്പം കാളത്രയേനെ കരണത്രയേനെ ത്രികാലത്തിലും ത്രികരണത്വം കൊണ്ടും പാപം ചെയ്തുകൊണ്ട് 3 യമദൂതന്മാർ മുന്നിൽ കണ്ടു. 3 യമദൂതന്മാരെ കണ്ടപ്പോൾ പേടിച്ച അജാമിലൻ തൻ്റെ മകനെ വിളിച്ചു. ദൂരെ ക്രീഡനകാസക്തം പുത്രം നാരായണാക്വയം പ്ലാവിതേന സ്വദേനോച്ചൈഹി ആജുഗാവ ആകുലേന്ദ്രിയഃ. നാരായണ നാരായണ ഉറക്കെ വിളിച്ചു. അപ്പോൾ നാരായണൻ അപ്പോൾ ഗോട്ടി പമ്പരം കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ പറഞ്ഞു, നിൻ്റെ അച്ഛൻ നിന്നെ വിളിക്കുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നിന്നെ തന്നെ വിളിക്കും, നമുക്ക് കളിക്കാം എന്ന് ഗോട്ടി കളിച്ചുകൊണ്ടിരിക്കും. അജാമിലൻ്റെ മകൻ വന്നിട്ടില്ലേ. പക്ഷേ ഭഗവാൻ പെട്ടെന്ന് 4 പാർഷദന്മാരെ പറഞ്ഞു വിട്ടു പറയാൻ പറ്റില്ല, പിടിച്ച് തള്ളി. പാർഷദാഹ സഹസ അപതന്ന്. പാർഷദന്മാർ വന്നു പറഞ്ഞില്ല, വന്ന് വീണു എന്നാണ്. പാർഷദാഹ സഹസ അപതന്ന്. 4 പാർഷദന്മാർ വന്നു. നാരായണ 4 അക്ഷരം ലഭിച്ചില്ലേ, ഓരോ അക്ഷരത്തിനും ഒരാൾ ആയിക്കോട്ടെ. പിന്നെ 3 യമദൂതന്മാർ വന്നിട്ടുണ്ട്. അവരോട് യുദ്ധം ചെയ്യാൻ 3 ആളുകളും പിന്നെ ഒരാൾ അജാമിലിനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ 4 ആളെ പറഞ്ഞു വിട്ടു. അഭയം എന്ന് പറഞ്ഞ് അവർ വന്നു. ഉടനെ യമദൂതന്മാർ ചോദിക്കുന്നു, കേയോയം പ്രതിഷേധാരഹ, ഞങ്ങളെ തടയുന്ന നിങ്ങളാരാണ്? അവർ ചോദിച്ചു, നിങ്ങളാരാണ് ആദ്യം പറയും? ഞങ്ങളൊക്കെ ധർമ്മരാജൻ്റെ ദൂതന്മാരാണ്. ധർമ്മം പറഞ്ഞാൽ എന്താ? വേദപ്രണിഹിതോ ധർമ്മ ഹ്യധർമ്മസ്തദ് വിപര്യ. വേദത്തിൽ സത്യം വധ പറഞ്ഞാൽ അത് ധർമ്മം, സത്യം പറയാതെ നുണ പറഞ്ഞാൽ അത് അധർമ്മം. ഇങ്ങനെ വേദത്തിൽ പറഞ്ഞ കാര്യം മുഴുവൻ മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല ഈ അജാമിലൻ. നിറച്ചും പാപങ്ങൾ ചെയ്തു. കുട്ടികൾക്ക് പോലും നല്ല പേര് വെച്ചിട്ടില്ല. നല്ല പേര് നാരായണ, ഗോവിന്ദ, പുരുഷോത്തമ ഇങ്ങനെയെങ്കിലും പേര് വിളിച്ച്, അല്ല ഗംഗ, സീത, ഗായത്രി ഇങ്ങനെ പേര് വിളിച്ചാൽ, കുട്ടിയെ വിളിച്ച ഒരു വ്യാജത്തിൽ പോലും നാമജപം നമുക്ക് കണക്കെടുക്കാം. ഇപ്പോഴൊക്കെ പേര് പോലും നല്ല പേരില്ലേ, സ്റ്റൈലായിട്ടാണ് പേരിടുന്നു. ടിങ്കു, പിങ്കു, ചിന്തു, പിന്തു. ഈ പട്ടിയുടെ പേരാണോ കുട്ടിയുടെ പേരാണെന്ന് ഒന്നും മനസ്സിലാവണമെങ്കിൽ ചെറുപ്പത്തിൽ വിളിക്കാം, ടിങ്കു പിങ്കു എന്ന് വിളിക്കാം. പ്രായമായ ശേഷം ആരാണ് വന്ന് ടിങ്കു മുത്തശ്ശനും പിങ്കു മുത്തശ്ശി പറഞ്ഞു പറഞ്ഞാൽ നന്നാവുമോ? ഇപ്പോൾ പിന്നെ പുതിയ രീതിയിലാണ് ഇപ്പോൾ പേരിടുന്നു. അച്ഛൻ്റെ പേരിൽ നിന്ന് ഒരു എഴുത്ത്, അമ്മയുടെ പേരിൽ നിന്ന് ഒരു എഴുത്ത് കൂട്ടിച്ചേർത്ത് പേരിടുന്നു. അച്ഛൻ്റെ പേര് എന്താ? കൃഷ്ണസ്വാമി. അമ്മയുടെ പേര് എന്താ? മീനാക്ഷി. കൃമി ഇങ്ങനെ പേരിടുന്നു. ഇങ്ങനെയാണ് പേരിടുന്നു. ഇങ്ങനെ പേരിട്ടാൽ കൃമി പോലെ തന്നെ കുട്ടിയാണ്. അടുത്ത പേര് പറഞ്ഞാൽ ഇത് ഭേദം തോന്നും. അച്ഛൻ്റെ പേര് പ്രേംകുമാർ, അമ്മയുടെ പേര് തങ്കമണി, നമ്മുടെ പ്രേതമണി, പ്രേതം എന്നൊക്കെ പേരിടുന്നു. ഒരു പേരിടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കിയിട്ട് വേണ്ടേ? ചില കുട്ടികൾക്ക് ആർത്തിന്ന് പേരിടുന്നത് കാണാം. എൻ്റെ ആർത്തി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദുഃഖം എന്നാണ് സമൂഹത്തിലെ അർത്ഥം. ദുഃഖം എന്നിങ്ങനെ പേരിടാവോ? അപ്പോൾ കുട്ടികൾക്ക് നല്ല പേരിടണം എന്നാണ് മഹാത്മാക്കൾ ഇവിടെ പറയുന്നു. മഹാത്മാവിൻ്റെ അനുഭവം കൊണ്ട് നാരായണാണ് മകനെ വിളിച്ചപ്പോൾ ഭഗവാൻ 4 പാഠന്മാരെ പറഞ്ഞു വിട്ടു. ഇവൻ പ്രായശ്ചിത്തം ചെയ്തിട്ടില്ലേ, ചെയ്ത പാപങ്ങൾക്ക് ഞങ്ങൾ ശിക്ഷിക്കാൻ പോകുന്നു. അപ്പോഴാണ് യമദൂതന്മാരോട് വിഷ്ണുദൂതന്മാർ പറഞ്ഞു, അവൻ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. എപ്പോൾ? അയം ഹി കൃത നിർവേശ ജന്മകോട്യം ഗസാമപി യദ്വ്യാജഹാര വിവശഃ നാമ സ്വസ്ത്യം ഹരേ. കൃതനിർവേശ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. എപ്പോൾ? ഇപ്പോഴാണ്. എനിക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം ചോദിക്കാം എന്ന് പറഞ്ഞ് പണ്ടത്തെ യമദൂതന്മാർക്ക് 2 സാധനം കയ്യിലുണ്ടാവും. ഒരു കാളപാശവും യമദണ്ഡവും. പിന്നെ ഇപ്പോഴത്തെ യമദൂതന്മാർക്ക് എക്സ്ട്രാ ഒരു സാധനം കയ്യിലുണ്ടാവും, ഒരു മൊബൈൽ കൂടി ഉണ്ടാവും. ഉടനെ ഇത് ചിത്രഗുപ്തൻ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചു,
ഇവിടെ അജാമിലൻ പ്രായശ്ചിത്തം ചെയ്തു എന്ന് പറയുന്നു. 3 ആൾക്കാർ പ്രായശ്ചിത്തം ചെയ്തോ നോക്കി പറയാവോ? ഉടനെ ചിത്രകൂട്ടൻ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് അജാമിലൻ്റെ ഫയൽ നോക്കി. ഫയൽ നോക്കുമ്പോൾ നിറച്ച് പാപങ്ങൾ മാത്രമേ ഉള്ളൂ, ആ പ്രായശ്ചിത്തമൊന്നും ഇല്ലേ. അജാമിലൻ പാപം മാത്രമേ ചെയ്തിട്ടുള്ളൂ, പ്രായശ്ചിത്തം ചെയ്തിട്ടില്ലേ പറഞ്ഞപ്പോഴാണ് വിഷ്ണുദൂതന്മാർ പറഞ്ഞു, അജാമിൻ്റെ ഫയൽ ക്ലോസ് ചെയ്ത ശേഷമാണ് നിങ്ങൾ വന്ന ശേഷമാണ് ഇയാൾ പ്രായശ്ചിത്തം ചെയ്തത്. എന്താ പ്രായശ്ചിത്തം? നാരായണ വിളിച്ചില്ലേ, ആ ഒറ്റ വിളി അവൻ്റെ പാപം മുഴുവൻ പോയി. ഒരു പ്രാവശ്യം നാമം ചോദിച്ചാൽ എങ്ങനെ എല്ലാ പാപവും പോകും? നമുക്ക് എല്ലാം നിറച്ച സാധനം കമ്പ്യൂട്ടറിലുണ്ടെങ്കിൽ ഡിലീറ്റിന് ഒരു സാധനം അടിച്ചാൽ മതി, എല്ലാം ഡിലീറ്റ് ആവില്ലേ മൊത്തമായിട്ട്. അതുപോലെ ഒരു നാമം കൊണ്ട് നമ്മുടെ പാപം മുഴുവനും നശിക്കാൻ ഒരു നാമജപം മതി. പക്ഷേ പാപവാസന മാറണ്ടേ, അതിനു വേണ്ടിയാണ്. അപ്പോൾ യമദൂതന്മാർ പറഞ്ഞു, അജാമിൽ നിങ്ങളുടെ ഭഗവാനെ വിളിച്ചിട്ടില്ലേ, അവന് വിളിച്ചത് സ്വന്തം മകനെയല്ലേ. അപ്പോഴാണ് ഇവർ പറയുന്നു, സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോഭം ഹേരണമേവ, എങ്ങനെ വിളിച്ചാലും ആ നാമജപം അവൻ്റെ പാപത്തെ ഇല്ലാതാക്കും. ഇവിടെ ഉദാഹരണം പറയുന്നു, വ്യാഖ്യാനത്തിൽ ശ്രീധരസ്വാമികൾ നതു വസ്തുശക്തി ബുദ്ധിശക്തിയും അപേക്ഷത്തെ, ആ വസ്തുവിൻ്റെ ശക്തി അവൻ എന്ത് ചിന്തിക്കുന്നു നോക്കാറില്ല. ഒരാൾ എന്ത് ചെയ്തു, കാട്ടിൽ പോയി മഹാദേവനെക്കുറിച്ച് തപസ് ചെയ്തു. മഹാദേവൻ എന്തുവെന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ വീട്ടിൽ എല്ലാവർക്കും അസുഖമാണ്, അസുഖം മാറാൻ കുറച്ച് അമൃതം കിട്ടിയാൽ കൊള്ളാം. ഉടനെ മഹാദേവൻ ഒരു ചെറിയ ഫ്ലാസ്കിൽ അമൃതം കൊടുത്തു, ഇതെടുത്ത് കുടിച്ചോളൂ, പക്ഷേ താഴെ വയ്ക്കരുത്, അങ്ങനെ കയ്യിലെടുത്ത് കൊണ്ടുപോയി കുടിച്ചോളൂ. താഴെ വെച്ചാൽ എൻ്റെ പവർ പറയും. ഇയാൾ അമൃതം എടുത്ത് വരുന്ന സമയത്താണ് നാട്ടിൽ ഒരാൾക്ക് വയറുവേദന സഹിക്കാൻ വയ്യാതായി. ഇപ്പോൾ കാട്ടിൽ എവിടെയെങ്കിലും പൊറ്റക്കണിൽ വീണ് മരിക്കാം, ആത്മഹത്യ ചെയ്തേക്കാൻ വിചാരിച്ച് കാട്ടിൽ വരുമ്പോഴാണ് ഈ അമൃതം കൊണ്ടുവന്ന ആൾക്ക് അത്യാവശ്യം മൂത്രം ഒഴിക്കേണ്ടി വന്നു. താഴെ വയ്ക്കാനും പറ്റില്ല. ആരെങ്കിലും ആൾ വന്നിട്ട് നോക്കുമ്പോഴാണ് ഈ വയറുവേദനക്കാരനെ കണ്ടു, ഇവിടെ വരും, ഇതുകൊണ്ട് കുടിച്ചോളൂ, ഇതിൽ വിഷം വെച്ചിട്ട് അമൃതം പറഞ്ഞാൽ കുടിച്ചേക്കും. അതുകൊണ്ട് മാറ്റി പറഞ്ഞു, ഇതിൽ വിഷം വെച്ചിട്ടുണ്ട്, കുടിക്കരുത്, ഞാൻ ഇപ്പോൾ വരാം. ഈ മരിക്കാമെന്ന ആൾ വിചാരിച്ചു, ഞാൻ വന്നത് മരിക്കാൻ വേണ്ടിയല്ലേ, വിഷം കിട്ടിയല്ലേ, കുറച്ച് കുടിച്ചേക്കാൻ വിചാരിച്ചു, കുടിച്ചു. എനിക്ക് വേണ്ടിയാണ് കുടിക്കാം. അങ്ങനെ കുടിച്ചു. പക്ഷേ എന്ത് വിചാരിച്ച് കുടിച്ചു? വിഷം എന്നാ വിചാരിച്ച് കുടിച്ചു. പക്ഷേ എന്തായി, വയറുവേദന മാറി. അതുപോലെ അജാമിലൻ നാരായണ തൻ്റെ മകൻ്റെ പേര് എന്നാണ് വിചാരിച്ച് വിളിച്ചു. പക്ഷേ അമൃതനായ ഭഗവാന്റെ പേരായതുകൊണ്ട് എന്തായി, കാളപാസം പൊട്ടിപ്പോയി. അതുകൊണ്ട് എങ്ങനെ ജപിച്ചാലും കുഴപ്പമില്ല. സാങ്കേത്യം കണ്ടപ്പോഴാണ് മനസ്സിലായി, അവൻ്റെ കാളപാസം മുറിഞ്ഞ് കിടക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിന് അധികാരിയില്ലെന്ന് മനസ്സിലാക്കി യമദൂതന്മാർ പുറപ്പെട്ടു ചെന്നു. ഉടനെ അജാമിലൻ വിഷ്ണുദൂതന്മാരോട് ചോദിച്ചു, നിങ്ങളാരാണ്? അവർ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്ന് പുൻചരിച്ചിട്ട് പുറപ്പെട്ടു പോയി. പിന്നെ അജാമിലൻ, ഞാൻ കണ്ടുകൊണ്ടേൻ നാരായണാവെന്നും നാമം, ഈ നാരായണ നാമം അല്ലേ എന്നെ രക്ഷിച്ചതെന്ന് മനസ്സിലാക്കി നേരെ ഹരിദ്വാര ക്ഷേത്രത്തിൽ ചെന്ന് അഖണ്ഡ നാമം ജപിച്ചു. നാരായണ 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 നാരായണ. പാപം മാറാൻ ഒരു നാമജപം. പിന്നെ ഈ പാപവാസന മാറാൻ വേണ്ടിയാണ് 12 കൊല്ലം. 88-ാം വയസ്സിലാണ് അജാമിലൻ്റെ കാളപാസം വീണത്. അവസാനം നാമം ജപിച്ചപ്പോൾ ഭഗവാൻ 12 കൊല്ലം കൂട്ടിക്കൊടുത്തു. 100 വയസ്സിലെ മിനിമം സതായു പുരുഷ. അപ്പോൾ ബാക്കി 12 കൊല്ലം അവിടെ ചെന്ന് അഖണ്ഡ നാമം ജപിച്ചു. ഇപ്പോൾ കായപ്പൊടി ഡപ്പയിൽ നിന്നും കായപ്പൊടി എടുത്ത് കളഞ്ഞാലും അതിൻ്റെ മണം അതിലുണ്ടാവും. ആ കായപ്പൊടിയുടെ മണം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? കായപ്പൊടി ഡപ്പിയിൽ കർപ്പൂരത്തെ ഇടണം. കർപ്പൂരം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ മാറില്ലേ, ഇടയ്ക്ക് കർപ്പൂരത്തിന് മണവും കായപ്പൊടി മണം മാറി ഉണ്ടാവും. നമ്മൾ നിർത്താൻ പാടില്ലേ, വീണ്ടും വീണ്ടും കഴുകി കർപ്പൂരം ഇട്ട് വയ്ക്കുമ്പോൾ കുറേ കാലമാകുമ്പോൾ എന്താവും? കായപ്പൊടിയുടെ മണം മാറും, കർപ്പൂര സുഗന്ധമായി തീരും. അതുപോലെ നമ്മുടെ ഉള്ളിലിരുന്ന ആ വാസന ഇടയ്ക്കിടയ്ക്ക് പൊന്തുകൊണ്ടേയിരിക്കും. അജാമിൻ നല്ലവണ്ണം തന്നെ ഇരുന്നു, പെട്ടെന്ന് മാറാൻ എന്താ കാരണം? ഉള്ളിലിടുന്ന വാസന വേശിയെ കണ്ടപ്പോൾ പൊന്തി വന്നു. അപ്പോൾ ആ വാസന നശിപ്പിക്കാൻ വേണ്ടിയാണ് ആവൃത്യ വാസനാക്ഷയ. വീണ്ടും വീണ്ടും നാരായണ നാരായണ രാമ 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 രാമൻ നാമജപം കൊണ്ട് ആ ആവൃത്തി
ചെയ്തപ്പോൾ വാസനയും കൂടി നശിച്ചു. വാസന നശിച്ചപ്പോൾ അതേ വിഷ്ണുദൂതന്മാർ വീണ്ടും വന്നു, ഗംഗയിൽ കുളിക്കാൻ പറഞ്ഞു. ഗംഗയിൽ കുളിച്ചപ്പോൾ അവൻ്റെ ഭൂതശരീരം, ഈ മനുഷ്യ ശരീരം അവിടെ ഒഴുകിപ്പോയി, ദിവ്യ ശരീരം പ്രാപിച്ചു. യമൻ തല കുണിച്ച് നിൽക്കുന്നു. യമൻ്റെ ശിരസിൽ കാല വച്ച് ആ വിമാനത്തിൽ കയറി ഭഗവാന്റെ പാദത്തിലെത്തി. 2 അധ്യായത്തിൽ കഴിഞ്ഞു. പിന്നെ 3-ാമത്തെ അധ്യായത്തിൽ പരീക്ഷിച്ച് ചോദിക്കുന്നു, യമദൂതന്മാർ യമനോട് പറഞ്ഞപ്പോൾ യമൻ എന്താ മറുപടി പറഞ്ഞു? അപ്പോൾ യമദൂതനോട് പറഞ്ഞു, ഞങ്ങൾ അജാമിനെ വിളിക്കാൻ ചെന്നപ്പോൾ അജാമിനെ ഉറക്കെ വിളിച്ചു. അപ്പോൾ ഉറക്കെ എല്ലാവരും അറിയും. അവസാന സമയത്ത് നമ്മൾ പേടിക്കാൻ പാടില്ലേ? ഇല്ല, സാധാരണമായി വിളിച്ചിട്ടില്ലേ? അയ്യോ അങ്ങനെ വിളിച്ചിട്ടില്ലേ? നാരായണ വിളിച്ചു പറഞ്ഞപ്പോഴാണ് യമനും തൻ്റെ ശിരസിൽ കൈകൂപ്പി നിന്നു. അപ്പോൾ എന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞു, യമധർമ്മരാജാവ് പറോ മദന്യോ ജഗതസ്തത്തുഷശ്ച, എനിക്കും മേലെ ഒരാളുമുണ്ട്, എല്ലാവരെയും നോക്കാനുള്ളത് ഭഗവാൻ. ആ ഭഗവാന്റെ നാമത്തിൻ്റെ മഹിമ ഞങ്ങൾ 12 പേർ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. സ്വയംഭൂ നാരദ ശംഭു കുമാര കപിലോ മണു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർ വയ്യാസിതിർ വയം. 12 ഭാഗവതം. ഈ പറയുന്ന യമധർമ്മരാജാവും മഹാഭാഗവതരാണ്. അതുകൊണ്ടാണ് അവസാനം തൻ്റെ പേര് ഇവിടെ പറയുന്നത്. നമ്മളൊക്കെ 12 പേരെ ഈ ഭാഗവതത്തിൻ്റെ ഭഗവൻ നാമത്തിൻ്റെ മഹിമ മനസ്സിലാക്കിയവർ 12 പേരാണ്. ആദ്യം ഞാൻ, പിന്നെ അയാൾ, അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇവിടെയാണ് ധർമ്മരാജാവിൻ്റെ ആ ഗുണം പഠിക്കണം. ബ്രഹ്മാവ്, ശിവൻ, മുരുകൻ, ഇങ്ങനെ എല്ലാവരുടെ പേരും പറഞ്ഞ് വയം, അവസാനം എന്നെയും അവിടെ ചേർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് ഇനി എവിടെ നാമജപം നടന്നാലും ആ ഭാഗത്തിലേക്ക് പോകേണ്ട. കാരണം നാമജപിച്ചാലും നാമം കേട്ടാലും ഒരേ തുല്യ ഫലമാണ്. അതുകൊണ്ടായിരിക്കും ചില ആളുകൾ നാമം ജപിക്കാറില്ല. എന്താ കാരണം? കേട്ടാൽ ഒരേ ഫലമുണ്ടല്ലോ, അത് കേൾക്കാം, ചൊല്ലേണ്ട വിചാരിക്കും. നമ്മൾ ചൊല്ലുമ്പോൾ എന്താ അടുത്ത കേൾപ്പിക്കുന്ന പുണ്യം കൂടി നമുക്ക് കിട്ടും. അതുകൊണ്ട് വെറുതെ കേട്ടാൽ മാത്രം പോരാ. ഇവിടെ നാമജപം ചൊല്ലുമ്പോൾ വീണ്ടും ജപിക്കുമ്പോൾ എല്ലാവരെയും കേൾപ്പിച്ച പുണ്യവും നമുക്ക് ഉണ്ടാവും. അത് എവിടെ നാമജപം നടന്നാലും അവിടേക്ക് പോകേണ്ട എന്ന് യമധർമ്മരാജാക്കൻ്റെ ദൂതന്മാരോട് പറഞ്ഞു. താൻ നോപസീത ഹരേർ ഗതിയാഭിഭുക്താൻ നൈഷാം വയം നചവയ പ്രഭവാമ ദണ്ഡേ. അവർക്ക് വയസ്സ് തീരുമാനമില്ലേ. തമിഴ്നാട്ടിലൊരു മഹാത്മാ ഉണ്ടായിരുന്നു, രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്ന മഹാത്മാവാണ്. അദ്ദേഹം ഒരു ജോസിനോട് ജാതകം കാണിച്ചു, എനിക്ക് കൂടുതൽ രാമായണം വായിക്കാൻ താല്പര്യമുണ്ട്, എത്ര ആയസ്സിൽ നോക്കി പറയാമോ? അപ്പോൾ നിങ്ങൾ മരിച്ചിട്ട് 12 ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് ജോസ്യം. കാരണം ഇദ്ദേഹം നാമം കൂടുതൽ രാമായണം വായിച്ച് വന്നപ്പോൾ ഹനുമാനപ്പോൾ അദ്ദേഹം ദീർഘജീവിതനായി. അദ്ദേഹം 100 പ്രാവശ്യം രാമായണം വായിക്കാൻ വിചാരിച്ചു. പക്ഷേ എന്തായി? രാമായണം വായിച്ച് വന്നപ്പോൾ 1008 പ്രാവശ്യം രാമായണം വായിച്ചു അദ്ദേഹം. അതാണ് തേഷാം വയം നച്ച വയഹ. മഹാത്മാവിൻ്റെ വയസ്സിൻ്റെ നിർബന്ധമൊന്നുമില്ല. അവരെ വിചാരിക്കും പോലെ അവർ പോകും. അതുകൊണ്ട് നമ്മൾ അവിടെ പോകേണ്ട ആവശ്യമില്ലേ എന്ന് പറഞ്ഞ് യമധർമ്മരാജാ തൻ്റെ ദൂതന്മാരോട് പറഞ്ഞു. ഈ അജാമില ഉപാഖ്യാനം ഭാഗവത്തിൽ നടുഭാഗത്തിലാണ്, ഹൃദയഭാഗമാണ്. കൈ കാലില്ല ജീവിക്കാം, ഹാർട്ടില്ല ജീവിക്കാൻ പറ്റില്ല. ഹാർട്ട് പോലെയാണ് ഈ നാമമഹിമ പറയുന്ന അജാമില ഉപാഖ്യാനം. ഇതിൻ്റെ സാരം എത്ര വലിയ മഹാഭാവിയായാലും നാമം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞ് നാമമാത്രം ജപിച്ചിട്ടും പാപം ചെയ്യുന്നു വിചാരിക്കരുത്. കാരണം നാമം ഉണ്ടല്ലോ, നാമാസ്ഥിതി നിഷിദ്ധകർമ്മ വിഹിതത്യാഗവും. നാമം ജപിച്ചാൽ നമ്മുടെ പാപം നശിക്കില്ലേ വിചാരിച്ച് ചെയ്യാത്ത കാര്യവും ചെയ്യേണ്ട കാര്യം ഉപേക്ഷിക്കുന്നതും ചെയ്യക്കൂടാതെ കാര്യം ചെയ്യുന്നതൊക്കെ നാമത്തിൻ്റെ അപരാധമായിരിക്കും. അതുകൊണ്ട് ആ നാമാപരാധം മാറാനും നാമാപരാധിയുക്താനാം നാമാന്യേവ ഹരന്തികം, അതിനും വീണ്ടും നാമം ജപിച്ചാലേ ആ നാമാപരാധവും നശിക്കും. അങ്ങനെ നാമാപരാധം നശിച്ച ശേഷം നമുക്കും ഭഗവാന്റെ പദത്തിൽ എത്തിച്ചേരാം. നാമത്തിൻ്റെ മഹിമ ഇത് എളുപ്പ വഴിയാണ്. നമ്മൾ അഷ്ടാംഗ യോഗം പറയും, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. എളുപ്പ വഴി എന്താ? നാമകീർത്തനം, നാമജപം, നാമസ്മരണം, നാമസമാധി. ഇത് 8 വഴിയിൽ 4 ഷോർട്ട് കട്ടിൽ പോകുന്ന പോലെ നാമം മാത്രം ജപിച്ചാൽ അത് കഠോപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്. ഏതദാളംബണം ശ്രേഷ്ഠം, ഏതദാളംബണം പരം. ആ ഭഗവാന്റെ ആളംബണം നാമം ജപിച്ചാൽ മതി. അതിലുള്ള പ്രത്യേകം പ്രണവമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രണവം എല്ലാവർക്കും പറ്റില്ല, അമ്മയെപ്പോലെ സന്യാസിക്കേ പറ്റുള്ളൂ. ആ നാമത്തിൻ്റെ താരകമന്ത്, ആ പ്രണവത്തിൻ്റെ ശക്തി രാമ. അതുകൊണ്ട് ആ രാമനാമം ജപിച്ചാൽ മതി. നമുക്ക് ആ നാമം നാമിയിൽ നമ്മളെ എത്തിക്കും. നാമമഹിമ പറയുന്ന അജാമില ഉപാഖ്യാനം ഉള്ള സമയത്ത് ഇത് കുറച്ച് ഗുരുനാഥൻ പറഞ്ഞതില്ലേ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ.
ഗുരുനാഥനൊക്കെ പറയാൻ തുടങ്ങിയാൽ ഒരു 4-5 മണിക്കൂർ വിസ്തരിച്ച് പറയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്ക് ഗംഗാപ്രവാഹം പോലെയാണ്. അതിൽ നിന്നും കുറച്ച് ഒരു വെള്ളം തെളിക്കുന്നത് പോലെ പറഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാം ഗുരുനാഥൻ തമിഴ്നാട്ടിൽ വലിയ മഹാത്മാവാണ്, കൃഷ്ണപ്രേമി സ്വാമികൾ പറയും. അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ വന്ന് കൊണ്ട് കുറച്ച് നാമമഹിമ പറയാൻ ഭാഗ്യം കിട്ടി. വീണ്ടും ആ ഭഗവാന്റെ നാമം ജപിച്ചു കൊണ്ടിരിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ നമുക്ക് കിട്ടിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. ജയ് ബോൾ സദ്ഗുരു മഹാരാജ് കി ജയ്. രാധേശ്യാം राधेश्याम राधेश्याम राधेश्याम. जय बोलो पतित पावन भगवन् नाम की जय.